ഹായ് എവരി വൺ, എല്ലാവർക്കും ഫാൽക്കണക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി റഷീദ്. സോ ഇന്നത്തെ നമ്മളുടെ സെക്ഷൻ എന്ന് പറയുന്നത് UGC നെറ്റ് പേപ്പർ 1ന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആൻഡ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷനിലെ എന്തൊക്കെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇത് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആൻഡ് ബാരിയേഴ്സ് ആണ്. ഇതിനകത്ത് ഈ ഒരു മൊഡ്യൂളിന്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഓരോ പറയുന്ന യൂണിറ്റുകളും ഈ ഫോർത്ത് മൊഡ്യൂളിനകത്ത് വരുന്ന ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്നും ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടൈപ്പ് ഒരു മൊഡ്യൂളാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആൻഡ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ്. കുറെ റിസർച്ചേഴ്സ് ഒക്കെ എന്താണ് ഓരോ മോഡൽ വൈസ് ആയിട്ട് കമ്മ്യൂണിക്കേഷനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു സെൻഡർ ഉണ്ടായിരിക്കും, സെൻഡർ മെസ്സേജ് പാസ് ചെയ്യുന്നു, എൻകോഡിംഗ് ദ മെസ്സേജ് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മീഡിയം വഴി ആ മെസ്സേജ് റിസീവറിന്റെ അടുത്ത് എത്തും. റിസീവറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ റിസീവർ കൊടുക്കുന്ന ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നതാണ് ഫീഡ്ബാക്ക്. ആ ഒരു ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ കമ്പോണൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഓരോ റിസർച്ചേഴ്സ് എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ, അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ കമ്പോണൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഓരോ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് എന്ത്, അരിസ്റ്റോട്ടിൽസ് പെർസുവേഷൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന റിസർച്ചർ ആണ് ഈ ഒരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ പ്രപ്പോണന്റ് എന്ന് പറയുന്നത്. അതായത് അരിസ്റ്റോട്ടിൽസ് പെർസുവേഷൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പെർസുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മറ്റാളുകളെ പെർsuade ചെയ്യുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, പ്രേരിപ്പിക്കുക, മോട്ടിവേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആ പെർസുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് ഈ ഒരു അരിസ്റ്റോട്ടിൽസ് പെർസുവേഷൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് പറയുന്നത്. നോക്കിക്കേ, അക്കോർഡിംഗ് ടു ഹിം, ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് അരിസ്റ്റോട്ടിൽസിന്റെ ആ ഒരു പെർസുവേഷൻ മോഡലിനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആണ്. സോ അത് നമ്മൾ ഡബിൾ ഇൻവേർട്ടഡ് കോമാസിൽ കൊടുത്തിട്ടുണ്ട്. വെൻ എനി പൊളിറ്റിക്കൽ ലീഡർ ഓർ എ ടീച്ചർ ഡെലിവേഴ്സ് ഹിസ് സ്പീച്ച് ഇൻ ഗാദറിംഗ് ആൻഡ് ഇൻ ക്ലാസ് റൂം റെസ്പെക്റ്റീവ്ലി, their style of speech is included in persuasion model. പെർsuade ചെയ്യുക എന്ന് പറഞ്ഞ എന്താണ്, അത് കേൾക്കുന്ന ആളുകളെ, നമ്മൾ എന്താണോ പറയുന്നത്, നമ്മളുടെ മെസ്സേജ് എന്താണോ അത് കേൾക്കുന്ന റിസീവേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസിന്റെ മൈൻഡിൽ ഒരു പെർസുവേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് പെർസുവേഷൻ മോഡലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പെർസുവേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ ടീച്ചർ എന്താ ചെയ്യുന്നത്, ആ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുകയാണ്. അവർക്ക് പറയാനുള്ള മെസ്സേജ്, ഇപ്പൊ ഒരു മാസ് ഓഡിയൻസിന്റെ അടുത്ത് ആ ഒരു പൊളിറ്റിക്കൽ ലീഡർ കുറെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പം ഈ ലീഡർ പറയുന്ന സ്പീച്ച് കേട്ടിട്ട് എന്താ, ആ ഒരു ഓഡിയൻസിന്റെ മനസ്സിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകണം. അപ്പം അങ്ങനെ അവർക്കൊരു പെർസുവേഷൻ ഉണ്ടായി കഴിയുമ്പോഴാണ് എന്താ, അവിടെ ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനകത്ത് ടീച്ചർ എന്ത് ചെയ്യുക, ആ പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ സ്റ്റുഡൻസിന് ഡെലിവർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇൻ ക്ലാസ് റൂം. ഒന്നെങ്കിൽ ഒരു മാസ് ഓഡിയൻസിന്, ഒരു പൊളിറ്റിക്കൽ ലീഡർ ആ ഒരു മാസ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. അല്ലെങ്കിൽ ടീച്ചർ എന്താ ചെയ്യുന്നത്, ടീച്ചറിന് പറയാനുള്ള കാര്യങ്ങൾ ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ഇഫക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ അവരവിടെ യൂസ് ചെയ്യുന്ന ആ സ്റ്റൈൽ ഓഫ് സ്പീച്ച് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ടീച്ചർ ചെന്നിട്ട് ഒരു മാസ് ഓഡിയൻസിനകത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡർ നടത്തുന്ന പോലെ ഒരിക്കലും ഒരു ടീച്ചറിന് ക്ലാസ് റൂമിൽ വന്നിട്ട് ആ സ്റ്റുഡൻസിനെ എന്താണ്, ആ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. ടീച്ചർ ക്ലാസ് റൂമിൽ എടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും ഒരു പൊളിറ്റിക്കൽ ലീഡർ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സിനോട് സംസാരിക്കുന്ന രീതിയുമായിരിക്കില്ല എന്ത്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. രണ്ടും എന്താ, എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ ഈ രണ്ട് കേസസിലും അവർ യൂസ് ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് സ്പീച്ച് ആണ് എന്ത്, പെർസുവേഷൻ മോഡലിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അപ്പൊ എന്താ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റൈൽ ഓഫ് സ്പീച്ച്, അവർ യൂസ് ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് സ്പീച്ച് ആണ്.
ഓക്കെ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്താ ചെയ്യുന്നത്? അവരൊരു സ്പീച്ച് ഒക്കെ നടത്തി ആ കയ്യിലുള്ള എൻറ്റയർ മെമ്പേഴ്സ്, ആ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ കയ്യിലെടുക്കുകയാണ്. അപ്പൊ ആ ഒരു വേ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതുപോലെ ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റൈലും എന്താ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റൈൽ ഓഫ് സ്പീച്ച് ആണ് ആ ഒരു പെർസുവേഷൻ മോഡലിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അതുപോലെ ഇൻ ദിസ് മോഡൽ 3 elements ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഹാവ് ബീൻ ഡിറ്റക്റ്റഡ്. 3 എലമെന്റ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത്. ഓൾറെഡി നമ്മൾക്കറിയാം പ്രധാനമായിട്ടും 3 എലമെന്റ്സ് ആണുള്ളത്. സെൻഡർ ഉണ്ട്, മെസ്സേജ് ഉണ്ട്, അതുപോലെ റിസീവർ ഉണ്ട്. ഇതിനകത്ത് റിസീവർ, പിന്നെ എൻകോഡിംഗ്, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട്. ഇതിൽ ഈ 3 എലമെന്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന അരിസ്റ്റോട്ടിൽസ് പെർസുവേഷൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ there is no scope of responding by the receiver and his role is neglected here. ഇപ്പൊ ഒരു മാസ് ഓഡിയൻസിനോട് സംസാരിക്കുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഇപ്പം പൊളിറ്റിക്കൽ ലീഡർ സംസാരിച്ചിട്ട് എന്താണ് പോവുകയാണ്. അപ്പൊ തിരിച്ച് അവരുടെ ഫീഡ്ബാക്ക് കിട്ടാനൊന്നും എന്താ അവർ കാത്തിരിക്കത്തില്ല. അതുപോലെ തന്നെ അവിടെ ആ റോൾ എന്താണ് നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. ദിസ് മോഡൽ ഈസ് കൺസിഡേർഡ് ആസ് എ വൺ സൈഡഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ഇതൊരു വൺ സൈഡഡ് ആണ്. മീൻസ് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് മെസ്സേജ് എത്തുന്നുണ്ട്, പക്ഷേ റിസീവറിൽ നിന്നും നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ പറയുന്ന പോലെ ഒരു ഫീഡ്ബാക്ക് അനാലിസിസ് ഒന്നും അവിടെ നടക്കുന്നില്ല, ഒരു റെസ്പോൺസ് ഒന്നും അവർ തിരിച്ച് വാങ്ങിക്കുന്നില്ല. ഇതൊരു വൺ സൈഡഡ്, ഒരൊറ്റ സൈഡുള്ള, മീൻസ് ഒരു ഭാഗത്തേക്ക് മാത്രമേ പോകുന്നുള്ളൂ, സെൻഡർ ടു റിസീവർ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ അതൊരു വൺ സൈഡഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. അതുപോലെ ഇതിന്റെ നമ്മൾക്ക് ഡയഗ്രാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അരിസ്റ്റോട്ടിൽ പെർസുവേഷൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് എന്താണ് സ്പീക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം? സെൻഡർ ആണ്. സെൻഡർ ആ അയാൾക്ക് പറയാനുള്ള സ്പീച്ച് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അല്ലെങ്കിൽ അവിടെ പാസ് ചെയ്യാനുള്ള കണ്ടന്റ് അതവിടെ കൊടുക്കുകയാണ്. ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സ്പീച്ച്, ഒരു പൊളിറ്റിക്കൽ പരിപാടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫംഗ്ഷനോ, അതാണ് ഒക്കേഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഡിയൻസിലേക്ക് കൊടുക്കുന്നു, ഓഡിയൻസിന് ആ ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നു. ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് അവിടെ പെർഷ്വേഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ ഇൻഫ്ലുവൻസ് ആയോ എന്നുള്ളതൊക്കെയാണ് അവിടെ ഇഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാം, മോട്ടിവേഷൻ. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് ഈ എഫക്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിസീവറിന് ആ ഒരു ഇഫക്റ്റ് കിട്ടിയോ? ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് റിസീവർ എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യാം. അപ്പം റിസീവറിന് ആ ഒരു പെർസുവേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്, ആ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഇത്രയുമേ ഉള്ളൂ. പക്ഷെ ഇവിടുന്ന് തിരിച്ചൊരു ഫീഡ്ബാക്ക് അനാലിസിസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വൺ സൈഡഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇത് വൺ സൈഡഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. ഓക്കെ, ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾക്ക് മനസ്സിലാകും. ഇതൊരു വൺ സൈഡഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, സ്പീക്കർ എന്ന് പറയുന്നത് സെൻഡർ, ആരാണോ മെസ്സേജ് ഡെലിവറി ചെയ്യുന്നത്. സ്പീച്ച് എന്ന് പറയുന്ന മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് ആയിരിക്കാം. ഇത് കണ്ടന്റ് ആണ്, മെസ്സേജ് അല്ലെങ്കിൽ കണ്ടന്റ്. ഓക്കെ, റിസീവർ ആണ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ. ഒക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഏത് സിറ്റുവേഷനിലാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതും. എഫക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കേസിൽ എന്താ, റിസീവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ എഫക്റ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞോ, അവർ പെർഷ്വേഡ് ആയോ, അവർ ഇൻഫ്ലുവൻസ് ആയോ ആ ഒരു സ്പീച്ച് കൊണ്ട്, അതാണ് ആ ഒരു ഇഫക്റ്റിന്റെ കേസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽസ് പെർസുവേഷൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഷാനോൺ ആൻഡ് വീവർ മോഡൽ. ഷാനോൺ ആൻഡ് വീവർ എന്ന് പറയുന്നത് ആ പ്രപ്പോണന്റിന്റെ പേരിൽ തന്നെ ഉള്ള മോഡലാണ്. ഷാനോൺ ആൻഡ് വീവർ മോഡലാണ് സെക്കൻഡ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദിസ് മോഡൽ സിംപ്ലി പ്രപ്പോസസ് ദാറ്റ് എ മെസ്സേജ് ആക്ച്വലി ഒറിജിനേറ്റ്സ് ഫ്രം ദ പേഴ്സൺ ഹൂ ഗെറ്റ്സ് ദി തോട്ട് ഓർ ഹാസ് ദ ഇൻഫോർമേഷൻ. എന്താണ് നമ്മൾ നോർമലി പറയുന്ന പോലെ സെൻഡറിനെ ഒന്ന് ഇച്ചിരിയും കൂടി ഇതാക്കി പറഞ്ഞിരിക്കുകയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി പേഴ്സൺ ഹൂ ഗെറ്റ്സ് ദി തോട്ട് ഓർ ഹാസ് ദ ഇൻഫോർമേഷൻ. ആർക്കാണോ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ആ ഒരു തോട്ട് ഓഫ് ഐഡിയ ആരുടെ കയ്യിലാണോ ഉള്ളത് ആ വ്യക്തിയിൽ നിന്നാണ് ഈ ഒരു മോഡല് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സെൻഡർ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് നമുക്ക് പറയാം. ഇനി ദ സെൻഡർ ഈസ് ഓൾസോ കോൾഡ് ദി സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സോഴ്സ്. സെൻഡറിനെയാണ് മുകളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ആരുടെ കയ്യിലാണോ മെസ്സേജ് അല്ലെങ്കിൽ തോട്ട് ഓഫ് ഐഡിയ ഉള്ളത് ആ വ്യക്തി, അതായത് സെൻഡർ, സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറയാം.
ദ ഇൻഫോർമേഷൻ ദെൻ ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദി, നമ്മൾ നോർമലി നമ്മളുടെ ഫിസിക്കലി നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന കാര്യം പറയാണ്. നമ്മളുടെ ബ്രെയിനിലുള്ള തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ, മെസ്സേജ് അല്ലെങ്കിൽ കണ്ടന്റിനെ ഫ്രം ദ ബ്രെയിൻ ടു ദി മൗത്ത്, നമ്മളുടെ ബ്രെയിനിലുള്ള ആ ഒരു പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് തുറന്ന് സംസാരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ബ്രെയിനിൽ നിന്നും നമ്മളുടെ മൗത്തിലേക്ക് വരുന്നു. ആൻഡ് കംസ് ഔട്ട് ആസ് എ സിഗ്നൽ വിച്ച് ദെൻ റീച്ചസ് ദി റെസിപ്പിയന്റ് ആഫ്റ്റർ ജോയിനിങ് ഹാൻഡ്സ് വിത്ത് ദ സെവറൽ നോയ്സസ് ആൻഡ് അതർ ഡിസ്റ്റർബൻസസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾക്ക് പറയാനുള്ള ഇൻഫോർമേഷൻ, അതായത് സെന്ററിന്റെ കയ്യിലുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു തോട്ട് ഓഫ് ഐഡിയ നമ്മളുടെ ബ്രെയിനിൽ നിന്നും മൗത്തിലേക്ക് വരുന്നു. അതൊരു സിഗ്നൽ ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. വിച്ച് ദെൻ റീച്ചസ്, ആ ഒരു തോട്ട് എന്ന് പറയുന്നത് റിസീവറിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് റിസീവറിലേക്ക് എത്തുന്നത്? ഈ മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ പോകുന്ന വരികളിൽ നോയ്സസ് ഉണ്ടാവും. നമ്മൾ എന്താണ് സംസാരിക്കുമ്പോൾ തന്നെ ഔട്ട്സൈഡ് നോയ്സസും മറ്റ് ഡിസ്റ്റർബൻസസും ഒക്കെ ഉണ്ടാവും. അപ്പൊ സെവറൽ നോയ്സസ് അതുപോലെ മറ്റ് ഡിസ്റ്റർബൻസസും എല്ലാം കൂടെ ചേർന്നിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു റിസീവർ അല്ലെങ്കിൽ ആ ഒരു റെസിപ്പിയന്റ് അടുത്ത് എത്തുന്നത്. ഇനി ദ റെസിപ്പിയന്റ് ദെൻ ഫർദർ പാസസ് ഓൺ ദി മെസ്സേജ് ടു ഇറ്റ്സ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓർ അതർ മൈൻഡ്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ്. ഈ മെസ്സേജ് കിട്ടുന്ന ആള് ഒന്നുകിൽ എന്താണ് അയാളുടെ ഫൈനൽ ഡെസ്റ്റിനേഷന് മറ്റാളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ മറ്റ് ഇൻഡിവിജ്വൽസിലേക്കും അത് എത്തിക്കുന്നു. അതാണ് പറഞ്ഞിട്ടുള്ളത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓർ അതർ മൈൻഡ്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ്. ഇത്രയുമാണ് എന്ത് ഈ ഒരു ഷാനോൺ ആൻഡ് വീവർ മോഡലിൽ പറഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പൊ ഈ UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിലബസുകളും മൊത്തവും കവർ ചെയ്ത് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ എന്താണ് വളരെ ടെൻഷൻ അടിച്ചിട്ട് കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അതായത് എഴുതുന്നതിൽ കൂടുതൽ ആളുകളെ ഔട്ടാക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ സ്മാർട്ട് വർക്കിലൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഹാർഡ് വർക്ക് വേണം, പക്ഷെ ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കൊക്കെ നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റും. ഒരിക്കലും ഇത് ആർക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു ബാലികേറാ മലയൊന്നുമല്ല. ഇത് എല്ലാ ആളുകൾക്കും ഒരിച്ചിരി സ്മാർട്ട് വർക്കിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്താ എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് UGC നെറ്റ് എക്സാം. ക്വസ്റ്റ്യൻസും സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഗത്തുനിന്ന് നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ആ ഒരു ലോജിക് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഈ പേപ്പർ 1 മാക്സിമം മാർക്ക് 40+ അല്ലെങ്കിൽ 45+ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനും പറ്റും. അപ്പൊ നമ്മുടെ മാർക്ക് എന്താണ്? 100-ലല്ലേ? അപ്പൊ 90+ മാർക്കോളം നമുക്ക് എന്താ ഈ ഒരു പേപ്പർ 1 സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പേപ്പർ 1 ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു 90%, 85% നമ്മൾക്കറിയാം, ഒരു 10-15% നമുക്ക് ഡൗട്ടാണ് അത് ശരിയാണോ, നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതാണ് ഈ ഒരു എക്സാമിന്റെ ഒരു കുഴപ്പമല്ലല്ലോ, അതിന്റെ ഒരു എളുപ്പം എന്ന് പറയുന്നത്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് മാർക്സ് ഇല്ല. അപ്പൊ എന്താ നമ്മളുടെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് പോകുമോ എന്നുള്ള ടെൻഷൻ പോലും നമുക്കില്ല. അതാണ് എന്താ ഈ ഒരു എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് സിലബസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആർക്കും ബുദ്ധിമുട്ടില്ല. ആദ്യമായിട്ട് എഴുതുന്നവർക്കോ അല്ലെങ്കിൽ എഴുതി നെറ്റൊക്കെ കിട്ടി JRF ക്വാളിഫൈ ചെയ്യാൻ പോകുന്ന JRFന് വേണ്ടി എയിം ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ PhD അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കോ എല്ലാവർക്കും ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രശ്നവും ഇല്ലാത്ത എക്സാം ആണ്. ഇത് ഫോളോ അപ്പ് ചെയ്ത് സിലബസ് വൈസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ചു പോകുക. അതിലാണ് നമ്മളുടെ ബുദ്ധി ഇന്റലിജൻസ് വർക്കൗട്ട് ചെയ്യേണ്ട അതിനകത്താണ്. ഓക്കെ, അപ്പം ഈ ഒരു ഷാനോൺ ആൻഡ് വീവർ മോഡലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? 3 കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷനകത്ത് പറയുന്നത്. സെൻഡർ, മെസ്സേജ്, റിസീവർ. അതിനെ ഓരോ പ്രപ്പോണൻസും ഓരോ റിസർച്ചേഴ്സും ഏത് രീതിയിൽ അതിനെ അവർ എന്താ ചിന്തിച്ചെടുക്കുന്നു, അതിൽ നിന്നാണ് ഓരോ കമ്മ്യൂണിക്കേഷൻ മോഡൽസും ജനറേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അരിസ്റ്റോട്ടലിന്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞപ്പോൾ 3 കമ്പോണൻസ് ആണ് അവിടെ വരുന്നത്, സെൻഡറും മെസ്സേജും റിസീവറും. അവിടെ എങ്ങനെ ആ ഒരു സ്പീക്കർ അല്ലെങ്കിൽ സെൻഡറിന് ആ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ റിസീവേഴ്സിനെ ആ ഒരു സ്റ്റൈൽ ഓഫ് സ്പീച്ച് വഴി അവരെ ഇൻഫ്ലുവൻസ് ചെയ്തെടുക്കാൻ പറ്റുന്നു, അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നത്. അത് 1-sided ആണ്. ഇപ്പൊ ഈ ഷാനോൺ ആൻഡ് വീവർ മോഡൽ എന്ന് പറയുമ്പോൾ ആ ഒരു ആരുടെ കയ്യിലാണോ ഇൻഫോർമേഷൻ ഐഡിയ തോട്ട് ഉള്ളത് അത് ആ ബ്രെയിനിൽ നിന്ന് മൗത്തിലേക്ക് വരുന്നു.
റിസീവറിലേക്ക് എത്തുന്നതിന് മുന്നേ കുറെ ബാരിയേഴ്സ് ഒക്കെ ഉണ്ട്, കുറെ നോയ്സസും ഡിസ്റ്റർബൻസസും ഒക്കെ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടാണ്, അതൊക്കെ കടന്നിട്ടാണ് ആ ഒരു റിസീവറിലേക്ക് എത്തിപ്പെടുന്നത്. അതുപോലെ റിസീവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഏതാണോ അല്ലെങ്കിൽ മറ്റ് ഇൻഡിവിജ്വൽസിലേക്ക് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യണോ എന്നുള്ളതൊക്കെ എന്താ ആ റിസീവർ ആണ് ഫൈനലി തീരുമാനിക്കുന്നത്. അതാണ് ഷാനോൺ ആൻഡ് വീവർ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ, ഇൻഫോർമേഷൻ സോഴ്സ്. ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, സെന്ററിന്റെ കയ്യിലാണല്ലോ ഇൻഫോർമേഷൻ സോഴ്സ് ഉള്ളത്. സെന്റർ എന്ന് തന്നെ നമുക്ക് പറയാം. ഇൻഫോർമേഷൻ സോഴ്സ് ഉണ്ട്, അതായത് മെസ്സേജ് പാസ് ചെയ്യാൻ പോവാണ്, ആ ഒരു ട്രാൻസ്മിറ്ററിലേക്ക് എത്തും. ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞ മെസ്സേജ് പാസ് ചെയ്യാനുള്ള ആ ഒരു എന്താ ടെക്നോളജി എന്ന് നമുക്ക് പറയാം. സിഗ്നൽസ് ആണ്, ബ്രെയിൻ ടു മൗത്ത് ആസ് എ സിഗ്നൽസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ സിഗ്നൽസ്. ഇവിടെ നമുക്ക് നോയിസ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്റ്റർബൻസസ് ആണ്. അതായത് എന്തായാലും ഒരു മാസ് ഓഡിയൻസിലേക്ക് നമ്മൾ ഇൻഫോർമേഷൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഔട്ട്സൈഡ് നോയ്സസ് ഉണ്ടായിരിക്കും, പിന്നെ മറ്റ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ എന്താ പറയുന്നത് മൊത്തത്തിൽ മനസ്സിലാക്കി എടുക്കാൻ ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ബാരിയേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോയ്സ് സോഴ്സും ഡിസ്റ്റർബൻസസും ഒക്കെ തന്നെയും കവർ ചെയ്തിട്ടാണ് ആ ഒരു സിഗ്നൽ റിസീവറിലേക്ക് അടുത്തേക്ക് എത്തുന്നത്. റിസീവർ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇത്രയാണ് എന്ത് ഷാനോൺ ആൻഡ് വീവർ മോഡൽ എന്ന് പറയുന്നത്. ഒരു ഇൻഫോർമേഷൻ സോഴ്സ് ഉണ്ട്, അത് മെസ്സേജ് അല്ലെങ്കിൽ കണ്ടന്റുകളാകാം, ട്രാൻസ്മിറ്റ് ചെയ്യുക സിഗ്നൽസ്, ആ ഒരു റിസീവ്ഡ് സിഗ്നൽസിലേക്ക് വരുന്നു, റിസീവറിന് അത് കിട്ടുന്നു, ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. പിന്നെ ഇതൊരു നോയ്സ് സോഴ്സ് ആണ്, അവിടെ മറ്റ് ഡിസ്റ്റർബൻസസുകളും ബാരിയേഴ്സും ഒക്കെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു റിസീവർ അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മോഡൽ എന്ന് പറയുന്നത് ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അതിന്റെ നമുക്ക് SMCR മോഡൽ എന്ന് പറയാം. SMCR മോഡൽ അല്ലെങ്കിൽ ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ SMCR എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, സെൻഡർ, മെസ്സേജ്, പിന്നെ ചാനൽ, റിസീവർ. ഇതാണ് അതിന്റെ ആ ഒരു SMCR എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താ പറയുന്നത്, ദിസ് മോഡൽ ഓൾസോ ഫോക്കസസ് ഓൺ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വിച്ച് ഹാപ്പൻസ് ബിഫോർ sender sends the message and before receiver receives the message respectively. ഇവിടെയും എന്താ പറയുന്നത്, ഇതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എൻകോഡിംഗ് ഡീകോഡിംഗ് ആണ്. എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു, സെൻഡർ ആദ്യമേ മെസ്സേജ് എൻകോഡ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതുപോലെ റിസീവർ എന്ത് ചെയ്യും, ആ മെസ്സേജ് ഡീകോഡ് ചെയ്തെടുക്കും. അപ്പൊ എൻകോഡിങ്ങും ഡീകോഡിങ്ങിലുമാണ് ഈ SMCR മോഡൽ എന്ന് പറയുന്നത് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് എപ്പോഴാണ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും സംഭവിക്കുന്നത്, ബിഫോർ സെൻഡർ സെൻഡ്സ് ദി മെസ്സേജ്. സെൻഡർ ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻകോഡിങ്ങും, അതുപോലെ തന്നെ റിസീവർ ആ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡീകോഡിങ്ങും സംഭവിക്കും. അപ്പൊ സെൻഡർ send the message and before receiver receives the message respectively. അപ്പോൾ എൻകോഡിങ്ങും ഡീകോഡിങ്ങിലുമാണ് ഈ ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ബെർലോസ് മോഡൽ ഹാസ് മെയിൻലി 4 കമ്പോണൻസ് ടു ഡിസ്ക്രൈബ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. അതായത് സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ. അതാണ് ഷോർട്ട് ഫോമിൽ നമ്മൾ SMCR മോഡൽ എന്ന് പറയുന്നത്. ഈ 4 കമ്പോണൻസിനെയും കൂടെ ചേർത്തിട്ടാണ് SMCR മോഡൽ എന്ന് പറയുന്നത്. അതായത് സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ. സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ. ഓക്കെ, ഇനി എന്താണ് എസ് എന്ന് പറയുന്ന സ്റ്റാൻഡ് ചെയ്യുന്നത്, സെൻഡർ. എസ് ഫോർ സെൻഡർ. സെൻഡർ ഈസ് ദി സോഴ്സ് ഓഫ് മെസ്സേജ് ഓർ ദി പേഴ്സൺ ഹു ഒറിജിനേറ്റ്സ് ദി മെസ്സേജ്. അതായത് സെൻഡർ എന്ന് പറയുന്നതാണ് മെസ്സേജ് സോഴ്സ്. മെസ്സേജ് ആരാണോ പാസ് ചെയ്യുന്നത്, അപ്പം എവിടെ നിന്നാണോ മെസ്സേജ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അതാണ് സെൻഡർ. ഇനി ദ പേഴ്സൺ അല്ലെങ്കിൽ സെൻഡ്സ് ദി മെസ്സേജ് ടു ദ റിസീവർ. ആരാണോ മെസ്സേജ് പാസ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് എന്താ സെൻഡർ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇതാണ് ബെർലോസിന്റെ മോഡൽ. ബെർലോസിന്റെ SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മെയിൻലി സോഴ്സ് എന്ന് പറയുമ്പോൾ എൻകോഡ് ചെയ്യുന്നു, മെസ്സേജ് എൻകോഡ് ചെയ്യുന്നു. ചാനൽ എന്ന് പറയുമ്പോൾ മീഡിയം, എങ്ങനെയാണോ മെസ്സേജ് പാസ് ചെയ്യേണ്ടത് ആ മീഡിയം ആണ്. പിന്നെ ഡീകോഡ് ചെയ്യുക, റിസീവർ ഡീകോഡ് ചെയ്തെടുക്കുന്നു. ഇനി ഇതിനകത്ത് ഈ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെൻഡറിന്റെ അതിനകത്ത് വരുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, നോളജ്, പിന്നെ സോഷ്യൽ സിസ്റ്റം, കൾച്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു
സോഴ്സിനകത്ത് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ. ഇതൊക്കെ ആരുടെ കയ്യിൽ ഉള്ള കാര്യങ്ങളാണ്? സെന്റർ. സോഴ്സ് എന്ന് പറഞ്ഞാൽ സെന്റർ. ആ സെന്ററിന്റെ കയ്യിൽ ഉള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ എന്ന് പറയുന്നത്. ഇനി മെസ്സേജ്. മെസ്സേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ വരാം? എന്താണോ പറയാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ്, എലമെന്റ്സ്, പിന്നെ ട്രീറ്റ്മെന്റ്, സ്ട്രക്ചർ, കോഡ്. അതുപോലെ ചാനൽ എന്ന് പറയുമ്പോൾ ഹിയറിംഗ്, സീയിങ്, ടച്ചിങ്, സ്മെല്ലിംഗ്, ടേസ്റ്റിംഗ്. അതായത് നമ്മളുടെ 5 സെൻസസ്, ഹ്യൂമൻ ബീങ്സിന്റെ 5 സെൻസസ് ആണ് ഇവിടെ ചാനൽ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത്. പിന്നെ റിസീവറിലേക്ക്, സെന്ററിന്റെ കയ്യിലുള്ള ഇതേ കാര്യങ്ങൾ തന്നെയാണ് റിസീവറിന്റെ അടുത്തേക്കും എത്തുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ. സെന്റർ എന്താണോ പാസ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ആ റിസീവറിലേക്ക് എത്തിപ്പെടുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ മെസ്സേജസിൽ കണ്ടന്റുകൾ, എലമെന്റ്സ്, ട്രീറ്റ്മെന്റ്, സ്ട്രക്ചർ, കോഡ്. ഇവിടെ നമ്മളുടെ ചാനൽ എന്ന് പറയുമ്പോൾ ഹിയറിംഗ്, സീയിങ്, ടച്ചിങ്, സ്മെല്ലിംഗ്, ടേസ്റ്റ്. നമ്മുടെ 5 സെൻസസ് ആണ് ഇവിടെ പറയുന്നത്. നമുക്കത് അടുത്ത് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്ത് ഒന്നുകൂടെ പഠിക്കാം. നോക്കിക്കോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് സംസാരിക്കാനുള്ള, ആളുകളെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള രീതിയാണ്. അത് എപ്പോഴും നമ്മൾ പെർസീവ് ചെയ്തെടുക്കുന്നത്, നമ്മൾ പഠിച്ചെടുക്കുന്ന ലേൺഡ് എബിലിറ്റി ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ദ സ്കിൽസ് ടു സ്പീക്ക്, പ്രസന്റ്, റീഡ്, റൈറ്റ്, ലിസണിങ്. നമ്മൾക്ക് സംസാരിക്കാൻ മാത്രമുള്ളതല്ല, നമ്മൾക്ക് സംസാരിക്കണം, ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം, വായിക്കണം, എഴുതണം, ലിസൺ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ ചേർന്നതാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഇൻക്ലൂഡ് ദ സ്കിൽസ് ടു സ്പീക്ക്, പ്രസന്റ്, റീഡ്, റൈറ്റ്, ലിസണിങ്. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ വരുന്നത്. If the sender has good communication skills, the message will be communicated better than if the sender's communication skills are not good. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സെന്ററിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് എന്താ? ബെറ്റർ ആണെങ്കിൽ, നല്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറവുള്ളതിനെക്കാട്ടിലും എന്താ ആളുകൾക്ക് മനസ്സിലാകും. ക്ലാരിറ്റിയോടുകൂടി ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതും, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കണ്ടന്റ് ഡെലിവർ ചെയ്യുമ്പോഴും അവ്യക്തമായിട്ട് പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലെ? ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും. അതാണ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അങ്ങനെ വരുമ്പോഴാണ് എന്താ മെസ്സേജ് എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം ഒരു സെന്ററിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് നല്ലതല്ല, ഗുഡ് അല്ല എങ്കിൽ, ബെറ്റർ അല്ലെങ്കിൽ എന്താ അത്രയും ഇഫക്റ്റീവ് ആയിരിക്കില്ല എന്ത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പാസ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇഫ് ദ റിസീവർ കനോട്ട് ഗ്രാസ്പ് ദ മെസ്സേജ് ദെൻ ദ കമ്മ്യൂണിക്കേഷൻ വിൽ നോട്ട് ബി എഫക്റ്റീവ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റിസീവർ അല്ലെങ്കിൽ നമ്മളുടെ ഡെസ്റ്റിനേഷനിലുള്ള ഇൻഡിവിജ്വൽസിന് നമ്മൾ പാസ് ചെയ്യുന്ന മെസ്സേജ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത്, അതായത് ഫോക്കസ്ഡ് ലിസണിങ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ഇഫക്റ്റീവ് അല്ല. ഓക്കെ, ദ കമ്മ്യൂണിക്കേഷൻ വിൽ നോട്ട് ബി ഇഫക്റ്റീവ്. ഇനി അടുത്തത് ആറ്റിറ്റ്യൂഡ്. ഒരു സെന്ററിന്റെ മറ്റൊരു ക്വാളിറ്റിയാണ് ആറ്റിറ്റ്യൂഡ്. എന്താ ആറ്റിറ്റ്യൂഡിൽ പറയുന്നത്? ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സെന്റർ ആൻഡ് ദ റിസീവർ ക്രിയേറ്റ്സ് ദ ഇഫക്റ്റ് ഓഫ് ദി മെസ്സേജ്. ഇപ്പോൾ ഒരു സെന്റർ ഒരു കാര്യം, ഒരു മെസ്സേജ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ഡെലിവർ ചെയ്യുകയാണ്, അതേ രീതിയിൽ തന്നെ റിസീവറും ആ ഒരു കാര്യത്തെ, ആ ഒരു ഇൻഫോർമേഷനെ അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആയിക്കോട്ടെ പോസിറ്റീവായിട്ട് തന്നെയാണ് റിസീവറും ആ ഒരു മെസ്സേജിനെ ട്രീറ്റ് ചെയ്യുന്നിട്ടുള്ളെങ്കിൽ എന്താ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഗുഡ് ആയിരിക്കും. ദ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സെൽഫ്, ദ റിസീവർ ആൻഡ് ദി എൻവയോൺമെന്റ് ചേഞ്ച് ദ മീനിങ് ആൻഡ് ഇഫക്റ്റ് ഓഫ് ദി മെസ്സേജ്. അതായത് മെയിൻലി നമ്മൾക്ക് തന്നെ ടുവേർഡ് സെൽഫ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏത് കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എങ്കിൽ ടുവേർഡ് സെൽഫ്, അതുപോലെ റിസീവറിലേക്കുള്ള ആറ്റിറ്റ്യൂഡ്, പിന്നെ ആ ഒരു എൻവയോൺമെന്റ്, ഏത് സിറ്റുവേഷനിൽ നിന്നാണോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്, അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഒരു ടോക്സിക് എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് ഇപ്പം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്താ ചില ആളുകളിലേക്ക് കിട്ടുന്ന ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഗുഡ് എൻവയോൺമെന്റ് ആണെങ്കിൽ എന്താ അത്രയും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബെറ്റർ ആയിരിക്കും, ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളോട് തന്നെ ഉള്ള ആറ്റിറ്റ്യൂഡ്, റിസീവർ, അതുപോലെ ആ ഒരു എൻവയോൺമെന്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മെസ്സേജിന്റെ മീനിങ് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആൻഡ് ദ എൻവയോൺമെന്റ് ചേഞ്ച് ദ മീനിങ് ആൻഡ് എഫക്റ്റ് ഓഫ് ദി മെസ്സേജ്. ഇനി അടുത്തത് വരുന്ന എന്താണ്? നോളജ്. നോളജ് ഓൺ ദ സബ്ജക്ട് മാറ്റർ മേക്സ് എ കമ്മ്യൂണിക്കേറ്റർ സെൻസ് ദി മെസ്സേജ് ഇഫക്റ്റീവ്ലി. ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പം
നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ നമ്മൾ ഏതിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ ഒരു സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾക്ക് 100% ആ ഒരു സബ്ജക്റ്റിന്റെ നോളജ് നമുക്കുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും നമ്മൾക്ക് എന്താ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാനായിട്ട് സാധിക്കും. അതേസമയം എന്താ നമ്മൾക്ക് ആ ഒരു സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് നോളജ് ഇല്ല എങ്കിൽ നമ്മൾക്ക് എന്താ ആ ഒരു മെസ്സേജ് കൃത്യമായിട്ട് നമ്മൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഒരു 50% മാത്രമേ ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുള്ളെങ്കിൽ നമ്മൾക്ക് കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ആ എസ് പറഞ്ഞപ്പോൾ തന്നെ 4S ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെങ്ത്. അതുപോലെ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷനകത്തുള്ള ഒരു കാര്യമാണ് കോൺക്രീറ്റ്നെസ്. അതായത് എന്ത് കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും അതിൽ 100% നമ്മൾക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ 100% നമ്മൾക്ക് അതിൽ ഉറച്ചു നിൽക്കുക. നമ്മളുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത് 100% ആണെങ്കിൽ നമ്മൾക്ക് എന്താണ് കൃത്യമായിട്ട് കോൺഫിഡൻസോട് കൂടി ആ ഒരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, സ്ട്രെങ്ത് ഓഫ് കമ്മ്യൂണിക്കേഷനും കോൺക്രീറ്റ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷനും. അപ്പം ആ നോളജ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ ഒരു മെസ്സേജിനെ എഫക്റ്റീവായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, ഇനി സോഷ്യൽ സിസ്റ്റംസ് ഉണ്ട്. സോഷ്യൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീവ് ചെയ്യുന്ന സൊസൈറ്റിയാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. വാല്യൂസ്, ബിലീഫ്സ്, ലോസ്, റൂൾസ്, റിലീജിയൻ ആൻഡ് many other social factors affect the sender's way of communicating the message. അതായത് ഒരു സെൻഡർ ഇപ്പം ഒരു വ്യക്തി താമസിക്കുന്ന അല്ലെങ്കിൽ ചുറ്റുപാട്, ആ ഒരു സിറ്റുവേഷൻ, അവർ വിശ്വസിക്കുന്ന വാല്യൂസ്, എത്തിക്സ്, ബിലീഫ്സ്, ലോസ്, റൂൾസ്, റിലീജിയൻ, മറ്റ് സോഷ്യൽ ഫാക്ടേഴ്സ്, ഇതിനെയൊക്കെ എന്താണ് അഫക്റ്റ് ചെയ്തിട്ടുള്ള രീതി, മീൻസ് ഇതൊക്കെ തന്നെയും ആ ഒരു സെൻഡേഴ്സിന്റെ വേ ഓഫ് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിന്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് സൈഡിലുണ്ട്. അവർ വിശ്വസിക്കുന്ന വാല്യൂസ്, ഒരു വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ബിലീഫ്സ്, ലോസ്, റൂൾസ്, റിലീജിയൻ, അതുപോലെ എല്ലാ സോഷ്യൽ ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു മെസ്സേജ് സെൻഡറിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതാണ് സോഷ്യൽ സിസ്റ്റത്തിൽ പറഞ്ഞിരിക്കുന്നത്. Values, beliefs, laws, rules, religion and many other social factors affect the sender's way of communicating the message. അപ്പൊ അത് അവരുടെ രീതിയെ തന്നെ, അവരുടെ സ്റ്റൈലിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ഇറ്റ് ക്രിയേറ്റ്സ് ഡിഫറൻസ് ഇൻ ദ ജനറേഷൻ ഓഫ് മെസ്സേജ്. അതായത് മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ, അതായത് ആ ഒരു ജെൻഡർ ബാരിയേഴ്സ് വരാം, കൾച്ചറൽ ബാരിയേഴ്സ് വരാം, കമ്മ്യൂണിക്കേഷനകത്ത് അഫക്റ്റ് ചെയ്യുന്ന കുറേ അധികം ബാരിയേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു മെസ്സേജ് ജനറേഷനകത്തും ഈ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ എന്താണ് ഡിഫറൻസസ് ഉണ്ടാക്കും. ഇറ്റ് ക്രിയേറ്റ് ഡിഫറൻസ് ഇൻ ദ ജനറേഷൻ ഓഫ് മെസ്സേജ്. പ്ലേസ് ആൻഡ് സിറ്റുവേഷൻ ഓൾസോ ഫോൾ അണ്ടർ സോഷ്യൽ സിസ്റ്റംസ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമല്ലായിരിക്കും വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ. അതുപോലെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യങ്ങളും ആ ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ കാറ്റഗറിയിൽ വരുന്ന കാര്യമാണ്. പ്ലേസ് ആൻഡ് സിറ്റുവേഷൻ ഓൾസോ ഫോൾ അണ്ടർ സോഷ്യൽ സിസ്റ്റംസ്. അതുപോലെ കൾച്ചർ, അടുത്ത ഇതെന്ന് പറയുന്നത് കൾച്ചറാണ്. ഓക്കെ, കൾച്ചറൽ ഡിഫറൻസസ് മേക്ക് മെസ്സേജസ് ഡിഫറെന്റ്. ഈ സോഷ്യൽ സിസ്റ്റംസ് പോലെ തന്നെ മെസ്സേജസ് എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യുന്ന, നമ്മൾ സെൻഡർ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറൻസസ് വരുത്തുന്ന മറ്റൊരു ഇത് തന്നെയാണ് കൾച്ചറൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. A person from one culture might find something offensive which is very much accepted in another culture. അതാണ് ഇപ്പോൾ ഒരു കൾച്ചർ, ഒരു സംസ്കാരത്തിൽ നിന്ന് ജീവിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് വേറൊരു കൾച്ചറിൽ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒഫെൻസീവ് ആയിരിക്കും, അത് ഒഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, അത് അവർ ഫോളോ ചെയ്യാത്തൊരു കാര്യമായിരിക്കും. ചിലത് ഫോളോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റ് കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് കൾച്ചേഴ്സിൽ വരുന്ന രണ്ടുപേരുടെയും ആ ഒരു കാര്യങ്ങൾ, അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് വേറൊരു കൾച്ചറിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒഫെൻസീവ് ആയിട്ട് തോന്നും. അപ്പൊ അത്തരത്തിൽ കൾച്ചറൽ ഡിഫറൻസസ് വരുമ്പോൾ ആ പാസ് ചെയ്യുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ കൾച്ചറും സെൻഡർ പാസ് ചെയ്യുന്ന മെസ്സേജസ്, ആ ഒരു സ്റ്റൈൽ ഓഫ് സ്പീച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇനി അടുത്ത SMCRനകത്ത് ഇനി നെക്സ്റ്റ് വരുന്നത് മെസ്സേജ് ആണ്. എന്ന് പറയുന്ന മെസ്സേജ്, നമ്മൾക്ക് പാസ് ചെയ്യാനുള്ള മെസ്സേജ് അല്ലെങ്കിൽ കണ്ടന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. മെസ്സേജ്, കണ്ടന്റ് അല്ലെങ്കിൽ പാസ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഐഡിയ, തോട്ട്, ഇതൊക്കെ നമുക്ക് മെസ്സേജിനകത്ത് കൊടുക്കാം.
തോട്ട്, ഐഡിയാസ്, ഇതൊക്കെ തന്നെ നമുക്ക് മെസ്സേജിൽ പറയാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ. ഇനി എ മെസ്സേജ് ഈസ് ദി സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ബീങ് സെൻഡ് ബൈ ദ സെൻഡർ ടു ദ റിസീവർ. സെൻഡർ റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്ന എന്ത് സംഭവമാണ്, അതായത് ഇൻഫോർമേഷൻ ആയിരിക്കാം, എന്തെങ്കിലും തോട്ട് ഓഫ് ഐഡിയാസ് ആകാം, എന്തെങ്കിലും കണ്ടന്റ്, മെസ്സേജ്, ഇതൊക്കെ തന്നെയാണെങ്കിലും സെൻഡർ ടു റിസീവറിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയാം. അതിനെയാണ് നമ്മൾക്ക് എന്ത് മെസ്സേജ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് മൈറ്റ് ബി ഇൻ ദ ഫോം ഓഫ് വോയിസ്, ഓഡിയോ, ടെക്സ്റ്റ്, വീഡിയോ ഓർ അതർ മീഡിയ. അത് ഏത് രീതിയിലും ആകാം. വോയിസ് മെസ്സേജസ് ആകാം, ഓഡിയോ ആകാം, റിലേറ്റഡ് എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജസ്, കണ്ടന്റുകൾ, മറ്റ് അതർ മീഡിയാസ്, എന്ത് തന്നെയാണെങ്കിലും സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്, മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി ദ കീ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ മെസ്സേജ്. നമ്മൾ പാസ് ചെയ്യുന്ന മെസ്സേജ്, സെൻഡർ ടു റിസീവറിലേക്ക് എത്തുന്ന മെസ്സേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, ആ മെസ്സേജിനകത്ത് ഉള്ള കണ്ടന്റ്, പിന്നീട് മെസ്സേജിലുള്ള എലമെന്റ്സ്, ട്രീറ്റ്മെന്റ്, പിന്നെ സ്ട്രക്ചർ, കോഡ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു മെസ്സേജിനെ അഫക്റ്റ് ചെയ്യുന്ന കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ കണ്ടന്റ് എന്താണ്? കണ്ടന്റ് ഈസ് ദ തിങ് ദാറ്റ് ഈസ് ഇൻ ദ മെസ്സേജ്. മെസ്സേജിനകത്തുള്ള ആ ഒരു ഇൻഫോർമേഷൻ, ആ ഒരു ഐഡിയ അല്ലെങ്കിൽ തോട്ട്, എന്താണോ മെസ്സേജിലുള്ള കണ്ടന്റ്, അതിനെയാണ് എന്ത് പറയുന്നത്, മെസ്സേജിനകത്തെ തിങ് ഇൻ ദ മെസ്സേജ് ആണ് കണ്ടന്റ്. അതുപോലെ ദ ഹോൾ മെസ്സേജ് ഫ്രം ബിഗിനിങ് ടു എൻഡ് ഈസ് ദി കണ്ടന്റ്. തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് 100% കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് ബിഗിനിങ് ടു എൻഡ് വരെ ആ മെസ്സേജിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, കണ്ടന്റ് തന്നെയാണ്. ഇനി എലമെന്റ്സ്, നോൺ വെർബൽ തിങ്സ് ദാറ്റ് ടാഗ് അലോങ് വിത്ത് ദ കണ്ടന്റ് ലൈക്ക് ജെസ്റ്റർ, സൈൻസ്, ലാംഗ്വേജ്. ഈ കമ്മ്യൂണിക്കേഷൻ ടൈപ്സിൽ തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇപ്പോൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന സമയത്ത് ആ കണ്ടന്റിനകത്ത് വരുന്ന എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താണ്, നോൺ വെർബൽ ആവുമ്പോൾ ചില പിക്ചേഴ്സ് ആകാം, സൈൻസ് ആകാം, സിമ്പിൾസ് ആകാം, അല്ലെങ്കിൽ എന്താണ്, ലാംഗ്വേജസ്. ഇത്തരത്തിലുള്ള നോൺ വെർബൽ ആയിട്ടുള്ള അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള എലമെന്റ്സും എന്താ, മെസ്സേജ്, അതായത് മെസ്സേജിനെ അഫക്റ്റ് ചെയ്യുന്ന കീ ഫാക്ടേഴ്സിൽ ഉൾപ്പെട്ടതാണ്. നോൺ വെർബൽ തിങ്സ്. ഇനി ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് ഈസ് ദ വേ ഇൻ വിച്ച് ദ മെസ്സേജ് ഈസ് കൺവേഡ് ടു ദ റിസീവർ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് മെസ്സേജ് ആ ഒരു റിസീവറിലേക്ക് കൺവേ ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളാണ് എന്ത്, ആ ഒരു വേ ആണ്, ആ ഒരു രീതിയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് ഈസ് ദ വേ ഇൻ വിച്ച് ദ മെസ്സേജ് ഈസ് കൺവേഡ് ടു ദ റിസീവർ. റിസീവറിലേക്ക് ആ മെസ്സേജ് എത്തുന്ന രീതി, ആ ഒരു വേ ആണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് ഓൾസോ ഇഫക്ട്സ് ദി ഫീഡ്ബാക്ക് ഓഫ് ദി റിസീവർ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് രീതിയിലാണോ ആ ഒരു മെസ്സേജ് റിസീവറിലേക്ക് എത്തിക്കുന്നത്, ആ ഒരു രീതിയാണ് എന്ത് പറഞ്ഞത്, ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റിസീവറിന്റെ ഫീഡ്ബാക്കിനെ എഫക്റ്റ് ചെയ്യും. നല്ല രീതിയിലാണ് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്തിട്ടുള്ളതെങ്കിൽ റിസീവർ എന്താണ്, ഗുഡ് ഫീഡ്ബാക്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്തിട്ടുള്ളതെങ്കിൽ റിസീവറിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. അതായത് ഫീഡ്ബാക്ക് അനാലിസിസ് ആണ് അവിടെ നടക്കുന്നത്. ആ ഒരു റെസ്പോൺസ് ആണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആയിരുന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് അല്ലായിരുന്നോ, ഇൻഎഫക്റ്റീവ് ആയിരുന്നോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസ് തന്നെയാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റിൽ വരും. ഇനി സ്ട്രക്ചർ. ദ സ്ട്രക്ചർ ഓഫ് ദി മെസ്സേജ് അല്ലെങ്കിൽ ഓർ ദി വേ ഇറ്റ് ഹാസ് ബീൻ സ്ട്രക്ചേർഡ് ഓർ അറേഞ്ച്ഡ് അഫക്ട്സ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദി മെസ്സേജ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു മെസ്സേജ് ഏത് രീതിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മെസ്സേജിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് ആ ഒരു കാര്യം ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങളെ വളരെ ബ്രീഫായിട്ടും കൺസൈസ് ആയിട്ടും ആ ഒരു കണ്ടന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ പറഞ്ഞു കൊടുത്താൽ ആ ഒരു മെസ്സേജിന്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് വളരെ ഗുഡായിരിക്കും. കുറേ അധികം കാര്യങ്ങൾ വളരെ ഡിസ്ക്രൈബ് ആയിട്ട് മനസ്സിലാവാത്ത രീതിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് അത് കൺവേ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഒരു മെസ്സേജിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ അത് വളരെ ബാഡ് ആയിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ ഓഫ് ദി മെസ്സേജ്, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ ഓർ ദി വേ ഇറ്റ് ഹാസ് ബീൻ സ്ട്രക്ചേർഡ് ഓർ അറേഞ്ച്ഡ്, ഏത് രീതിയിൽ അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആ ഒരു മെസ്സേജിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തത് കോഡ്. കോഡ് ഈസ് ദ ഫോം ഇൻ വിച്ച് ദ മെസ്സേജ് ഈസ് സെൻഡ്. അതായത് ഏത് ഫോമിലാണ് മെസ്സേജ് സെൻഡ് ചെയ്യുക. മെസ്സേജ് പല രീതിയിൽ അയക്കാം.
നമ്മൾക്ക് വോയിസ് അയക്കാം, ഓഡിയോ അയക്കാം, വീഡിയോ അയക്കാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കണ്ടന്റ് ആയിട്ട് അയക്കാം. അപ്പം ഏത് രീതിയിലാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കോഡ് എന്ന് പറയുന്നത്. ഫോം ഇൻ വിച്ച് ദ മെസ്സേജ് ഈസ് സെൻഡ്. ഇറ്റ് മൈ ബി ഇൻ ദ ഫോം ഓഫ് ലാംഗ്വേജ്, ടെക്സ്റ്റ്, വീഡിയോ, ഓഡിയോ, വോയിസ്, ഇതൊക്കെ നമുക്ക് ആ ഒരു കണ്ടന്റിന്റെ ഇതിൽ വരാം. അപ്പൊ ഏത് രീതിയിൽ നമ്മൾ അയക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കോഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം SMCRൽ നമ്മൾ സെൻഡർ പറഞ്ഞു, മെസ്സേജ് പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? സി എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ചാനൽ. C ഫോർ ചാനൽ. ചാനൽ ഈസ് ദ മീഡിയം യൂസ്ഡ് ടു സെൻഡ് ദ മെസ്സേജ്. അതായത് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള മീഡിയമാണ്. ഈ കോഡും ചാനലും തമ്മിൽ തെറ്റിപ്പോയിട്ട്, കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഫോമിൽ നമുക്ക് മെസ്സേജ് അയക്കാമെന്നുള്ളതാണ്. ഇപ്പൊ ടെക്സ്റ്റ് ആയിട്ട് കണ്ടന്റ് കൊടുക്കണോ, അല്ലെങ്കിൽ ഓഡിയോ മെസ്സേജസ് ആണോ, അല്ലെങ്കിൽ വോയിസ് മെയിലുകളാണോ? അപ്പൊ ഏത് രീതിയിലുള്ള ഫോം ഓഫ് ഇതാണ് എന്ത് കോഡ് എന്ന് പറയുന്നത്. അതേസമയം സി ചാനൽ എന്ന് പറഞ്ഞാൽ ഏത് മീഡിയമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്ക് മാസ് ഓഡിയൻസിനൊക്കെ നമ്മൾ മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ലൗഡ് സ്പീക്കേഴ്സ്, മൈക്ക്, അതുപോലുള്ള മീഡിയംസ് ഉപയോഗിക്കും. അല്ലാതുള്ള എന്താണ്, ഇപ്പൊ വീഡിയോ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോസിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള മീഡിയം ആപ്പുകളുണ്ട്. അപ്പൊ ഏത് മീഡിയമാണ് ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ചാനൽ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത്. ഇൻ ജനറൽ കമ്മ്യൂണിക്കേഷൻ, the 5 senses of a human being is a channel for communication flow and it affects the effectiveness of the channel. ആദ്യമേ SMCR മോഡലിന്റെ ഡയഗ്രാം ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ 5 senses of a human being. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടോ? ഹിയറിംഗ്, സീയിങ്, ടച്ചിങ്, സ്മെല്ലിംഗ്, ടേസ്റ്റിംഗ്. 5 സെൻസസ്. ഹ്യൂമൻ ബീങ്സിന്റെ 5 സെൻസസ് ആണ് ജനറൽ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ നമ്മൾക്കത് കേൾക്കാൻ കഴിയണം. ഇത് മാസ് ഓഡിയൻസിന്റെ ഇതായിട്ടുള്ളതാണെങ്കിൽ, വോയിസ് മെസ്സേജസ് ഒക്കെ ആണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയണം. ഇപ്പൊ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് കാണാൻ കഴിയണം. ചിലതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ചിലത് സ്മെല്ലിംഗ്, ടേസ്റ്റിംഗ്. അപ്പൊ ഇത്തരത്തിലുള്ളതൊക്കെയാണ് 5 സെൻസസ് ഓഫ് ഹ്യൂമൻ ബീങ് ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ജനറൽ കമ്മ്യൂണിക്കേഷനകത്തുള്ള മീഡിയം അല്ലെങ്കിൽ ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇൻ ജനറൽ കമ്മ്യൂണിക്കേഷൻ ദ 5 സെൻസസ് ഓഫ് എ ഹ്യൂമൻ ബീങ് ഈസ് ദി ചാനൽ ഫോർ ദി കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആൻഡ് ഇറ്റ് അഫക്ട്സ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദി ചാനൽ. ഓക്കെ. ഇനി ഹിയറിംഗ്, സീയിങ്, ടച്ചിങ്, സ്മെല്ലിംഗ്, ടേസ്റ്റിംഗ്, ആ 5 സെൻസസ് ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ മീൻസ് ഇപ്പം 5 സെൻസസും ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കമ്മ്യൂണിറ്റി, ചിലർക്ക് ടച്ച് ചെയ്യുമ്പോഴായിരിക്കും മെസ്സേജസ് മനസ്സിലാക്കാൻ പറ്റുന്നത്, കാണാൻ വയ്യാത്തവർ. അതുപോലെ സ്മെല്ലിംഗ്, ടേസ്റ്റിംഗ്, 5 സെൻസസ് ഓഫ് ഹ്യൂമൻ ബീങ്സും നമ്മൾ എന്താണ് ജനറൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതാണ് SMCR മോഡലിനകത്തെ ചാനൽ ഓർ മീഡിയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ജനറൽ കമ്മ്യൂണിക്കേഷനിൽ 5 സെൻസസ് ഓഫ് എ ഹ്യൂമൻ ബീങ് ഈസ് ദ ചാനൽ ഫോർ ദി കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആൻഡ് ഇറ്റ് അഫക്ട്സ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ദി ചാനൽ. ഇത് ഈ 5 സെൻസസും നമ്മളുടെ കമ്മ്യൂണിക്കേഷനകത്തെ ചാനൽ ആവാറുണ്ട്. അതായത് ഹിയറിംഗ്, സീയിങ്, ടച്ചിങ്, സ്മെല്ലിംഗ്, ടേസ്റ്റിംഗ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉള്ളതാണ്. ഫിസിക്കലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് 5 സെൻസസ് ഓഫ് ഹ്യൂമൻ ബീങ്സിനെ യൂസ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും, ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ എന്താണ് എല്ലാ ആളുകൾക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ നേച്ചറിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഹ്യൂമൻ ബീങ്സ് മാത്രമാണോ? ബേർഡ്സ്, ആനിമൽസ്, അവരുടെ രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പം ഇതിനകത്ത് SMCRനകത്ത് C എന്ന് പറയുമ്പോൾ ചാനൽ വന്നിട്ടുണ്ട്. ഇനി R എന്ന് പറയുന്നത് റിസീവർ. ലാസ്റ്റ് വൺ ആണ് റിസീവർ. റിസീവർ ഈസ് ദ പേഴ്സൺ ഹു ഗെറ്റ്സ് ദി മെസ്സേജ് സെൻഡ് ഇൻ ദി പ്രോസസ്. റിസീവർ എന്ന് പറയുമ്പോൾ മെസ്സേജ് ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിയാണ് നമ്മൾ റിസീവർ എന്ന് പറയുന്നത്. ദിസ് മോഡൽ ബിലീവ്സ് ദാറ്റ് ദ തിങ്കിങ് പാറ്റേൺ ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സ് മെൻഷൻ എബോവ് മസ്റ്റ് ബി ഇൻ സിങ്ക് ടു ദാറ്റ് ഓഫ് ദി സെൻഡർ ഫോർ ദ കമ്മ്യൂണിക്കേഷൻ ടു ബി ഇഫക്റ്റീവ്. അതായത് റിസീവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കാണോ മെസ്സേജ് കിട്ടുന്നത് ആ മെസ്സേജ് കിട്ടുന്ന വ്യക്തിയെ നമ്മൾ റിസീവർ. ആർക്കാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് ഫൈനലായിട്ട് കിട്ടേണ്ട വ്യക്തി ആരാണോ അതാണ് റിസീവർ എന്ന് പറയുന്നത്. ഇനി ഈ മോഡൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ SMCR മോഡൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ദിസ് മോഡൽ ബിലീവ്സ് ദാറ്റ്
ദ തിങ്കിങ് പാറ്റേൺ ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സ് മെൻഷൻഡ് എബോ. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും അതുപോലെ തിങ്കിങ് പാറ്റേണും എബോവ് മസ്റ്റ് ബി ഇൻ സിങ്ക് ടു ദാറ്റ് ഓഫ് ദ സെന്റർ ഫോർ ദ കമ്മ്യൂണിക്കേഷൻ ടു ബി ഇഫക്റ്റീവ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സെന്ററുമായിട്ട് സിങ്ക് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് സെന്ററിന് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സെന്ററിന്റെ തിങ്കിങ് പാറ്റേണും ആ ഫാക്ടേഴ്സും എല്ലാം കൂടെ സിങ്ക്രണൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആയിരിക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ പറഞ്ഞു, സെന്ററിന്റെ ആറ്റിറ്റ്യൂഡ്, ട്രീറ്റ്മെന്റ്, കോഡ്, മെസ്സേജ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൾച്ചർ, വാല്യൂ സിസ്റ്റം, സോഷ്യൽ സിസ്റ്റംസ്. അപ്പൊ ഈ കാര്യങ്ങളും സെന്ററിന്റെ തിങ്കിങ് പാറ്റേൺസും എല്ലാം കൂടി സിങ്ക്രണൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആയിരിക്കും എന്നാണ് എന്ത് SMCR മോഡൽ അല്ലെങ്കിൽ ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് പറയുന്നത്. The message might not have the same effect as intended if the receiver and sender are not similar. അതായത് സെന്ററിനെ പോലെ തന്നെ റിസീവറിനെയും കണക്കാക്കിയില്ല. അത് രണ്ടുപേരും അതേ രീതിയിലുള്ള തിങ്കിങ് പാറ്റേണും അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സും ഒക്കെ സിങ്ക്രണൈസ് ചെയ്ത് പോകുന്നവരല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞ എന്താണ്, സെയിം ഇഫക്റ്റ് ആയിരിക്കില്ല. സെന്റർ കൊടുക്കുന്ന അതേ ഇഫക്റ്റിൽ തന്നെ അല്ലെങ്കിൽ സെന്റർ കൺവേ ചെയ്യുന്ന ആ അതേ ഇഫക്റ്റിൽ തന്നെ റിസീവറിന് ആ ഒരു മെസ്സേജ് കിട്ടണമെന്നില്ല. അങ്ങനെ രണ്ടും തമ്മിൽ സിമിലർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഇഫക്റ്റ് വരത്തില്ല. ദ റിസീവർ മസ്റ്റ് ഓൾസോ ഹാവ് എ വെരി ഗുഡ് ലിസണിങ് സ്കിൽ. ആ ഒരു ഗുഡ് ലിസണിങ് സ്കില്ലും ഉണ്ട്. ഈ ഒരു പോയിന്റിൽ വൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. സെന്ററിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ, ഇതേ കാര്യങ്ങൾ തന്നെ ആർക്കും വേണം, റിസീവറിന് വേണം. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, നോളജ്, സോഷ്യൽ സിസ്റ്റം, കൾച്ചർ. അതുകൊണ്ടാണ് സെന്ററിനകത്തുള്ള ഇതേ കാര്യങ്ങൾ തന്നെ എന്താ ഈ ഒരു റിസീവറിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പൊ നമ്മൾ മോഡൽസ് പറഞ്ഞു. 3 മോഡൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽസ് പെർസുവേഷൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഷാനോൺ ആൻഡ് വീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത്തെ ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മൾക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ അധികം ബാരിയേഴ്സ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സൗണ്ട് പൊല്യൂഷൻസോ അല്ലെങ്കിൽ മറ്റ് ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലാത്ത ഒരു എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെ ബാരിയേഴ്സ് എന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് വൺ സെമാൻറ്റിക് ബാരിയേഴ്സ്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, ഇന്റർപേഴ്സണൽ ബാരിയേഴ്സ്, ഇൻഡിവിജ്വൽ ബാരിയേഴ്സ്, ക്രോസ് കൾച്ചറൽ ബാരിയേഴ്സ്, ഫിസിക്കൽ ബാരിയേഴ്സ് ആൻഡ് ടെക്നോളജിക്കൽ ബാരിയേഴ്സ്. കുറെ ബാരിയേഴ്സ് ഉണ്ട്. ഇത് അതിന്റെ ഹെഡിങ് ആണ്. ഈ ഓരോന്നിലും ഏതൊക്കെ ആണ് ബാരിയേഴ്സ് ആയിട്ട് വരുന്നത് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ബാരിയേഴ്സ് അല്ലെങ്കിൽ ബാരിയേഴ്സ് എന്നാ പറയുന്നത് മറ്റ് ഡിസ്റ്റർബൻസസ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എപ്പോഴും 100% നമ്മൾ സെന്റർ കൊടുക്കുന്ന മെസ്സേജ് കൃത്യമായിട്ട് റിസീവറിൽ എത്തണമെന്നാണ് നമ്മളുടെ എല്ലാ ആഗ്രഹം. പക്ഷെ കുറെ ഔട്ട്സൈഡ് ഡിസ്റ്റർബൻസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല അല്ലാതെ കുറെ ബാരിയേഴ്സും ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരു ഡയഗ്രാം ആണ്. നമ്മൾ ഈ കൂടുതൽ എന്താണ് കണ്ടന്റുകൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നതിനേക്കാളും ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള പിക്ചേഴ്സ്, നോൺ വെർബൽ ആയിട്ടുള്ള പിക്ചേഴ്സും സിമ്പിൾസും ഒക്കെ കാണിക്കുന്നതാണ്. അപ്പൊ കുറച്ചും കൂടെ മൈൻഡിൽ എന്തായിരിക്കും അത് കാണും. ഈ ഡിസ്ക്രിപ്ഷൻസ് പഠിക്കുന്നതുകൊണ്ട്. അപ്പൊ അതാണ് ഏറ്റവും ചില ആളുകൾക്ക്, ചിലന്നല്ല ഒരു 80% ആളുകൾക്ക് ഡയഗ്രാംസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. നോക്കിയേ, ബാരിയേഴ്സിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? physical barriers, organizational barriers, individual barriers, cultural, semantic, language barriers, ഇമോഷണൽ ബാരിയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് നമുക്ക് മൈൻഡിൽ വരും. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാസ്സിൽ ഞാനൊരു ഡയഗ്രാം കണ്ടായിരുന്നു. അപ്പൊ ആ ഡയഗ്രത്തിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾക്ക് മൈൻഡിൽ വരും. എന്തൊക്കെയാണ്? ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, ഇൻഡിവിജ്വൽ ബാരിയേഴ്സ്, കൾച്ചറൽ, സെമാൻറ്റിക്, ലാംഗ്വേജ്, ഇമോഷണൽ, ആറ്റിറ്റ്യൂഡിനൽ, ഫിസിക്കൽ ബാരിയേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്നാമത്തെ ലാംഗ്വേജ് ബാരിയേഴ്സ്. ഈ ലാംഗ്വേജ് ബാരിയേഴ്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ ലാംഗ്വേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ,
അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ലാംഗ്വേജ് ബാരിയേഴ്സിൽ വരുന്നത്. എന്തൊക്കെയായിരിക്കും? ലാംഗ്വേജ് ഈസ് എ പവർഫുൾ ടൂൾ, ബട്ട് വെൻ പീപ്പിൾ സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ് ഓർ ഹാവ് ലിമിറ്റഡ് പ്രൊഫഷൻസി, കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബിക്കം ചലഞ്ചിങ്. അതായത് ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ പവർഫുൾ ടൂൾ. നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഇല്ല എങ്കിൽ, നമ്മൾക്കൊരു ലാംഗ്വേജ് ഇല്ല സംസാരിക്കാൻ, എങ്ങനെ സംസാരിക്കാൻ പറ്റും? അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂൾ ആണ്. അങ്ങനെ വന്നാൽ ലാംഗ്വേജ് ഈസ് എ പവർഫുൾ ടൂൾ. പക്ഷെ ഒരേ ലാംഗ്വേജ് തന്നെയാണോ എല്ലാ ആളുകളും യൂസ് ചെയ്യുന്ന? അല്ല. പല ആളുകളും ഡിഫറെന്റ് ലാംഗ്വേജസ് ആണ്. അവരുടെ മദർ ടങ് അല്ലെങ്കിൽ അവരുടെ യൂസ് ചെയ്യുന്ന നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. വെൻ പീപ്പിൾ സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ് ഓർ ഹാവ് ലിമിറ്റഡ് പ്രൊഫഷൻസി, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ്. ഇപ്പൊ നമ്മൾ സെന്റർ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഇപ്പൊ സെന്റർ ഒരു ഇംഗ്ലീഷിൽ കുറെ കാര്യങ്ങൾ പറയും. പക്ഷെ അത് കേൾക്കുന്ന റിസീവറിന്റെ പ്രൊഫഷൻസി ഇംഗ്ലീഷിൽ കുറവാണ് എങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിരിക്കും. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ മാത്രമല്ല, ഇപ്പൊ നേറ്റീവ് ലാംഗ്വേജസ് യൂസ് ചെയ്ത് സംസാരിക്കുക. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോവുക. ഇപ്പം ഒരു സംസ്ഥാനം ടു വേറൊരു സംസ്ഥാനത്തോട്ട് പോകുന്ന സമയത്ത് മലയാളം അറിയാവുന്ന കുറച്ച് പേരുണ്ടായിരിക്കും, അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജസ് ആയിരിക്കും കൂടുതൽ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, സെന്ററിന്റെയും റിസീവറിന്റെയും ലാംഗ്വേജസ് തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ആണല്ലോ. ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ട് മാറിപ്പോയ. അപ്പം സെൻഡർ ടു റിസീവർ എന്ന് പറയുമ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അപ്പം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂൾ ആണ്. അപ്പം പല ആളുകളും ഡിഫറെന്റ് ലാംഗ്വേജസ് സംസാരിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ചലഞ്ചിങ് ആയിരിക്കും. ഓക്കെ, ഇനി ദീസ് ബാരിയേഴ്സ് ഇൻക്ലൂഡ് ഡിഫറൻസസ് ഇൻ നേറ്റീവ് ലാംഗ്വേജസ്, ഡയലക്ട്സ് ആൻഡ് ജാർഗൻസ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നേറ്റീവ് ലാംഗ്വേജസ് വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഈ ഒരു നമ്മളുടെ സ്റ്റേറ്റ് തന്നെ എടുത്തു നോക്കിയാൽ ഓരോ ഡിസ്ട്രിക്റ്റിലും യൂസ് ചെയ്യുന്ന നേറ്റീവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്, അവർ ഉപയോഗിക്കുന്ന ഭാഷാ ശൈലി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളുടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആയിരിക്കില്ല അനദർ ഡിസ്ട്രിക്റ്റ്. അവർക്ക് കുറെ അധികം നേറ്റീവ് ആയിട്ടുള്ള കുറെ കോഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇവരെന്താണ് പറയുന്നത്, നമ്മളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണോ ഇവർ മീൻ ചെയ്യുന്നത്? അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡൗട്ടുകൾ നമുക്ക് വരാം. എന്നിട്ട് എന്താണ്, ഒരു ഊഹാബോഹത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ കണ്ണൂർ യൂസ് ചെയ്യുന്ന ചില നേറ്റീവ് ലാംഗ്വേജസ് ആയിരിക്കത്തില്ല ചിലപ്പം മലപ്പുറം അല്ലെങ്കിൽ മലബാർ സൈഡൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൗത്ത് കേരളയിലോട്ട് വരുന്ന സമയത്ത് ഉള്ള ആയിരിക്കത്തില്ല മലബാർ സൈഡ് അല്ലെങ്കിൽ വേറെ ഡിസ്ട്രിക്റ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നേറ്റീവ് ലാംഗ്വേജസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിരിക്കും. അതുപോലെ ജാർഗൻസ് എന്ന് പറയുമ്പോൾ എറേഴ്സ് ഉണ്ടാകാം. പിന്നെ ഡയലക്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേര് യൂസ് ചെയ്യുന്ന സെൻഡർ റിസീവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജസിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഇനി മിസ് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് കൺഫ്യൂഷൻ ക്യാൻ അറൈസ് ഹിൻഡറിങ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ വേറൊരു സ്ഥലമാണ് അവിടെ ഉപയോഗിക്കുന്ന, നമ്മളുടെ ഭാഷയെ ചോദിക്കുന്നു, അവർക്ക് അത് മനസ്സിലാവുന്നില്ല, അവരുടെ ഭാഷയിൽ എന്തോ തിരിച്ചു പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് മിസ്ഇന്റർപ്രിറ്റേഷൻസും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോപ്പർ ആവുമോ? ഇല്ല. അതുപോലെ ഇതെങ്ങനെ നമ്മൾക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും? ലാംഗ്വേജ് ബാരിയേഴ്സ് വരുമ്പോൾ എങ്ങനെ നമ്മൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും? എങ്ങനെയാണ്? ഒന്ന്, സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് യൂസ് ചെയ്യും. കൂടുതലധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു നാട്ടിൽ പോയ വെള്ളം ചോദിച്ചാൽ വെള്ളത്തിന് വെള്ളം തന്നെയാണല്ലോ നമ്മുടെ കേരളത്തിൽ, അതൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ അറിയാം. വാട്ടർ ചോദിക്കാം, പാനി ചോദിക്കാം, അങ്ങനെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇതുമായിട്ട് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിൽ ഇതിന്റെ കാര്യം മാത്രമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾക്ക് മനസ്സിലാവുന്ന ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജസ് ഉപയോഗിക്കാം. പിന്നെ വിഷ്വൽ എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ വേറൊരു നാട്ടിൽ പോയിട്ട് നമുക്കിപ്പം വെള്ളത്തിന്റെ കാര്യം നമ്മൾ പറയും, വെള്ളം, വാട്ടർ, പാനി എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പം മറ്റു കാര്യങ്ങൾ ഇപ്പം ചോദിക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും നമ്മൾക്ക് വിഷ്വൽ എയ്ഡ്സ് കാണിക്കാനായിട്ട് പറ്റും, അല്ലേ? അതുപോലെ ട്രാൻസ്ലേഷണൽ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ ഉണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും കാര്യം ചോദിക്കണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ ഒന്ന് അടിച്ചിങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് നമ്മൾക്ക് അതൊന്ന് കൺവേ ചെയ്യാം. നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾക്ക് അവരോട്, റിസീവറിൻ്റെ അടുത്ത് നമ്മൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിൽ നമ്മൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഓവർകമ്മിങ് ലാംഗ്വേജ് ബാരിയേഴ്സിന്റെ കേസാണ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജസ്. അതുപോലെ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുക, ട്രാൻസ്ലേഷണൽ ടൂൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അപ്പൊ ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻഡർ റിസീവറിൽ വരുന്ന ആ ഒരു
എന്താ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിൽ ഒരു ബുദ്ധിമുട്ട് വരിക. അങ്ങനെ ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ടാവുന്ന കാര്യത്തിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവാതിരിക്കും. അത്രയാണ് ലാംഗ്വേജ് ബാരിയേഴ്സിൽ പറയുന്നത്. ഇനി കൾച്ചറൽ ബാരിയേഴ്സ്. കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. Cultural diversity enriches our world, but it can also pose obstacles to effective communication. Different cultural norms, values, and communication styles can lead to miscommunication and misunderstandings. അതായത് കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ തന്നെ എടുക്കാം. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരേ കൾച്ചർ ഫോളോ ചെയ്യേണ്ടവരായിരിക്കത്തില്ല. പല കൾച്ചറിൽ നിന്നും വരുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കൾച്ചറിൽ അഡോപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു കൾച്ചറിൽ അത് ഒഫൻസീവ് ആയിരിക്കും. അവർക്കത് എന്താണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള കൾച്ചറൽ ഡിഫറൻസസ് വരിക. അല്ലെ പിന്നെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന്റെ സ്ലാങ്, ഓക്കെ, ആ ഒരു സ്റ്റൈൽ ഓഫ് കൺവേ, ഇതൊക്കെ എന്താ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ഒബ്സ്റ്റക്കിൾസ് ആണ്. കാര്യങ്ങൾ നമ്മൾ ഡെലിവർ ചെയ്യും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അവിടെ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകാം, മനസ്സിലാകാതെ ഇരിക്കാം, മിസ്ഇന്റർപ്രിട്ടേഷൻ വരാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാക്കുന്ന രീതികളാണ്. കണ്ടോ, ഡിഫറെന്റ് കൾച്ചറൽ നോംസ്, വാല്യൂസ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ക്യാൻ ലീഡ് ടു മിസ്കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. ചിലപ്പോൾ അവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് വിചാരിച്ച് ചില ആളുകൾ മിണ്ടാതെ തന്നെ ഇരിക്കാറുണ്ട്, അല്ലയോ? അപ്പൊ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം. പറഞ്ഞു കഴിഞ്ഞാലോ കൃത്യമായിട്ട് മനസ്സിലാവില്ല, പല സ്ലാങ്ങുകൾ ഉപയോഗിക്കും. അപ്പൊ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഇഫക്റ്റീവ് ആവത്തില്ല. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യാം? ഡെവലപ്പ് കൾച്ചറൽ കോമ്പീറ്റൻസ്, പ്രാക്ടീസ് ആക്റ്റീവ് കൾച്ചറൽ ലിസണിങ്, സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് ക്ലാരിഫിക്കേഷൻ. അതായത് ട്രെയിനിങ്ങുകൾ കൊടുക്കാം. നമ്മൾ ഒരു വർക്ക് ചെയ്ത് ഡേ ബൈ ഡേ ആ ഒരു കൾച്ചറൽ കോമ്പീറ്റൻസുമായിട്ട് നമ്മൾ ഡെവലപ്ഡ് ആകും. അതുപോലെ തന്നെ എന്താണ് ആക്റ്റീവ് കൾച്ചറൽ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ഒരു മാനേജർ, ഒരു ഓർഗനൈസേഷനിലെ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളെയും അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറിനെ സംബന്ധിച്ചിടത്തോളം പല കൾച്ചേഴ്സിൽ വരുന്നവരെ എന്താണ് നമ്മൾ എല്ലാ ആളുകളും ഒരേപോലെ കൊണ്ടുപോകണം. അപ്പൊ അത്തരത്തിലുള്ള കൾച്ചറൽ ലിസണിങ്, ആക്റ്റീവ് ആയിട്ടുള്ള കൾച്ചറൽ ലിസണിങ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് ക്ലാരിഫിക്കേഷൻ. നമ്മൾ ഒരു കാര്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ചോദിക്കുക, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണം. അപ്പൊ ആ ഒരു ഫീഡ്ബാക്ക് നേടിയെടുക്കുക. എന്നിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള കൾച്ചറൽ ബാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി അടുത്തത് ഇമോഷണൽ ബാരിയേഴ്സ് ഉണ്ട്. ഇമോഷൻസ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ. When individuals are overwhelmed by emotions such as anger, fear, or sadness, it can hinder their ability to express themselves clearly or listen attentively. അതായത് ഇമോഷൻസ്, ഒരു വ്യക്തി വളരെ ദേഷ്യപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക, അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ എന്താണ് ഫിയർ, എന്തെങ്കിലും പേടിച്ചോ ആങ്സൈറ്റിയോട് കൂടിയോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും? അത് അടുത്ത കേൾക്കുന്ന ആളിനെ, ആ റിസീവറിനെ സംബന്ധിച്ചിടത്തോളം റിസീവറിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും സെന്ററിന്റെ ഇമോഷൻസ് എന്ന് പറയുന്നത്. ആണല്ലോ, ദേഷ്യത്തിലിരിക്കുക, അല്ലെ വിഷമത്തിലിരിക്കുക, എന്തെങ്കിലും പേടിച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ് റിസീവറിനെ ആയിരിക്കും നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇമോഷണൽ ബാരിയേഴ്സ് ക്യാൻ also arise from previous negative experiences leading to defensive or guarded communication. അതായത് ഓൾറെഡി എന്ത് സംഭവിക്കാം, നേരത്തെ ആ ഒരു റിസീവറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അന്നേരത്തും ആ സമയത്തുള്ള പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ആയിരുന്നു എന്ത് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ ഒരു വ്യക്തിയോട്, റിസീവറിന്റെ അടുത്ത് ആ ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയോ ഇല്ല. അപ്പൊ പ്രീവിയസ് ആയിട്ട് നെഗറ്റീവ് എക്സ്പീരിയൻസസ് ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഒരിക്കലും എന്താണ് വീണ്ടും അവിടെ ഒരു ഇമോഷണൽ ബാരിയർ ഉണ്ടാവും. അപ്പൊ എന്താ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ തോന്നും, ഇനി ഈ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് നേരത്തെ ഉണ്ടായതുപോലെ ഒരു നെഗറ്റിവിറ്റി ആണോ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ വരുമ്പോൾ എന്താ അവിടെ ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ്. മനസ്സിൽ എന്താണ് പ്രീവിയസ് നെഗറ്റീവ് എക്സ്പീരിയൻസ് വരുമ്പോൾ ലീഡിങ് ടു ഒഫൻസീവ് ഓർ ഡിഫെൻസീവ് ഓർ ഗാർഡഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നീട് ആ വ്യക്തിയോട് സംസാരിക്കാൻ പോകുമ്പോൾ ഏത് രീതിയിലായിരിക്കും? വളരെ സൂക്ഷിച്ച് വാക്കുകളൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തി
അയാൾ എങ്ങനെ അത് ഏറ്റെടുക്കും, അയാൾ ഏത് രീതിയിലായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും പിന്നീട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഫ്രീ ആയിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എപ്പോഴും ഗാർഡഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. പതിയെ 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 പിടിച്ച് ആ വ്യക്തിക്ക് എന്ത് തോന്നും, ഇനി എന്റെ വായിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇനി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ ഒരു ഗാർഡഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഡിഫെൻഡ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട്. അപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് പറയാനും പറ്റില്ല, നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉള്ളത് കൊണ്ട് പേടിച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ഇമോഷണൽ ഇന്റലിജൻസ്, ക്രിയേറ്റ് എ സേഫ് സ്പേസ്, പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് ആൻഡ് എംപതി. അതായത് ഒരു ഇമോഷണൽ ഇന്റലിജൻസ് അത് നമ്മൾ എപ്പോഴും കൊള്ളണം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും ആ വ്യക്തിയുടെ എന്താണ് ഇമോഷൻസ്, അതായത് ആ വ്യക്തിയുടെ ആ ഒരു മനോഭാവം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പുള്ളി ഇപ്പൊ ദേഷ്യത്തിലിരിക്കുകയാണോ, സങ്കടപ്പെട്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ടെൻസ്ഡ് ആണോ, സ്ട്രെസ്ഡ് ആണോ എന്നൊക്കെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സിറ്റുവേഷൻ എന്താണ്, പുള്ളി ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ്, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ പോകും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് പോവുമായിരിക്കും. പക്ഷെ എന്താണ് ആ ഒരു ലിസണറിനെ നമ്മൾ ആരോടാണോ പറയാൻ പോകുന്നത് ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് ചിലപ്പം ദേഷ്യമായിരിക്കാം, സങ്കടമായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ എന്താണ് മോശമായിരിക്കും. അപ്പൊ അത് അവരുടെ ആ ഒരു രീതിയും കൂടെ നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ ദേഷ്യത്തിൽ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ എന്താ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത രീതി ശരിയായി, അപ്പൊ അത് നമ്മൾ ആ ഒരു റീസൺ കൊണ്ടാണ്, അവരുടെ ഇമോഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. അപ്പോൾ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് എ സേഫ് സ്പേസ്. സേഫ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്, നമ്മൾ ആദ്യമേ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ലിസണർ അല്ലെങ്കിൽ റിസീവറിന്റെ എന്താണ് മനോഭാവം എന്താണ്, അവരിപ്പോ ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ ആങ്സൈറ്റി പേടിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താ നമ്മൾ അവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ പറയാതിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നമില്ല, പിന്നെ ആളുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് എന്താ റെഗുലർ ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള മൂഡിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്താൽ ആ ഒരു ഇമോഷണൽ ബാരിയർ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് ആൻഡ് എംപതി. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് എന്താണ് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തി തിരിച്ചും നമ്മളോട് നമ്മളോട് അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് വരും. അവരുടെ സങ്കടം എന്താണ്, ടെൻഷൻ എന്താണ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മളത് കേൾക്കണം. ആക്റ്റീവ് ലിസണിങ്, ഒരു കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ലിസണിങ്, ഫോക്കസ്ഡ് ലിസണിങ് അല്ലെങ്കിൽ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു അല്ലെ, അതാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതുപോലെ എംപതി, തൊട്ടടുത്ത് നിൽക്കുന്നവൻ പറയുന്നത് വളരെ എംപതറ്റിക്കലായിട്ട് സഹാനുഭൂതിയോടുകൂടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ എന്താ അയാളുടെ പ്രശ്നങ്ങൾ മാറും. പിന്നീട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വളരെയധികം പോസിറ്റീവായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. അവരുടെ മൈൻഡിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും എന്താ ആ പറഞ്ഞ വ്യക്തിയോട് തന്നെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അപ്പൊ എന്താണ് അവിടെ ഒരു ഇമോഷണൽ ബാരിയർ ഒഴിവായി കഴിഞ്ഞു. അപ്പൊ ഏത് ഇമോഷൻസ്, ദേഷ്യത്തിലിരുന്നാലോ പേടിച്ചിരുന്നാലോ ടെൻസ്ഡ് ആയിട്ടിരുന്നാലോ ഒക്കെ വീണ്ടും ആ ഒരു സിറ്റുവേഷൻ പറയാനായിട്ട് ആളുകൾക്ക് ആ ആക്റ്റീവ് ലിസൺ ചെയ്യുമ്പോൾ വന്ന് പറയാനായിട്ട് എന്താണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലാണ് ഇമോഷണൽ ബാരിയേഴ്സിന്റെ കാര്യം പറയുന്നത്. നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പിന്നീട് ഒരിക്കലും സംസാരിക്കാനായിട്ട് തോന്നത്തില്ല. ഓക്കെ, ഇനി ഫിസിക്കൽ ബാരിയേഴ്സ് എന്താ ഫിസിക്കൽ ബാരിയേഴ്സിൽ പറയുന്നേ? ഫിസിക്കൽ ബാരിയേഴ്സ് റെഫർ ടു എലമെന്റ്സ് ദാറ്റ് ഒബ്സ്ട്രക്ട് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ഡിസ്റ്റൻസ്, നോയിസ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അതായത് മറ്റു ചില കാര്യങ്ങളുമുണ്ട് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ചില എലമെന്റ്സും കൂടി ഉണ്ട്. അതായത് ഡിസ്റ്റൻസ്, ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു 5 കിലോമീറ്റർ അപ്പുറമുള്ള ഒരാളോട് ഇങ്ങനെ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നോയ്സ്, സൗണ്ടുകൾ, പിന്നെ മറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുകളൊക്കെ വരാം. ഇനി in today's digital age, virtual communication has become increasingly prevalent, introducing its own set of physical barriers including technological glitches and connectivity issues. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് ഡിജിറ്റൽ ഏജിൽ
വിർച്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻക്രീസിംഗിലായിട്ട് വരുന്നത്. അപ്പൊ അവിടെ എന്താണ് കൂടുതലായിട്ടും വരുന്നത്? ടെക്നോളജിയാണ്. അപ്പൊ അവിടെ ഉണ്ടാവാൻ പോകുന്ന ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ഗ്ലിച്ചസ് അല്ലെങ്കിൽ കണക്ടിവിറ്റി ഇഷ്യൂസ്, നെറ്റ് പ്രോബ്ലംസ്. അപ്പൊ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഡിജിറ്റൽ ഏജിൽ, അതായത് വിർച്വൽ കമ്മ്യൂണിക്കേഷനകത്ത് വരും. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ചൂസ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ്, ടെസ്റ്റ് ടെക്നോളജി. കൃത്യമായിട്ടുള്ള ഇപ്പൊ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓഡിയൻസിനെ എന്താണ് കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ചൂസ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ്, അതായത് ഒരുപാട് നോയ്സ് ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ പോയിരുന്ന് സംസാരിക്കാതിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ വിർച്വൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ ഈ കേസസ് ആണെങ്കിൽ എന്താണ്? ടെക്നോളജി ടെസ്റ്റ് ചെയ്യുക. നെറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, കണക്ടിവിറ്റി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മറ്റ് എറേഴ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് കമ്മ്യൂണിക്കേഷന് മുന്നേ ആയിട്ട് നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ബാരിയേഴ്സ് ഒക്കെ നമ്മൾക്ക് ഒഴിവാക്കാനായിട്ട്, ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് പെർസെപ്ച്വൽ ബാരിയേഴ്സ്, അതായത് പെർസെപ്ഷൻ, നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്നത്, അതും എന്താണ് പെർസെപ്ച്വൽ ബാരിയേഴ്സിൽ വരുന്നതാണ്. Perception plays a vital role in how we interpret messages. It occurs when individuals have different viewpoints, biases or preconceived notions that distort their understanding. അതായത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ആ മെസ്സേജസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇപ്പൊ സെൻഡർ ഇപ്പൊ ഒരു രീതിയിലായിരിക്കും ഒരു കാര്യം പറയുന്നത്, പക്ഷെ നമ്മൾ എന്താണ് അത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ രീതി, നമ്മൾ ആ മെസ്സേജസിനോ എടുക്കുന്ന നമ്മളുടെ പെർസെപ്ഷൻ എങ്ങനെയാണോ എന്നുള്ളത് കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്ങനെ നമ്മൾ ആ ഒരു മെസ്സേജസിനെ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറ്റ് ഒക്കേഴ്സ് വെൻ ഇൻഡിവിജ്വൽസ് ഹാവ് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്, അതായത് ഓരോ വ്യക്തികൾക്കും എന്താണ് അവരുടേതായിട്ടുള്ള ഓരോ കാഴ്ചപ്പാടുണ്ടായിരിക്കും, നിലപാടുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ബയാസസ്, പ്രീ കൺസീവ്ഡ് നോഷൻസ്, ഇതൊക്കെ തന്നെ എന്താണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളുടെ പെർസെപ്ഷൻ, അവരുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. എങ്ങനെ നമ്മൾ ആ ഒരു മെസ്സേജസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ആയിരിക്കും അവർക്കുള്ളത്. അപ്പൊ ആ ഒരു മെസ്സേജസിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അസംഷൻസ്, സ്റ്റീരിയോടൈപ്പ്, സെലക്റ്റീവ് ലിസണിങ് ക്യാൻ ഹിൻഡർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ പെർസെപ്ച്വൽ ബാരിയേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അസംഷൻസ്, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഊഹിച്ച് എന്താണ് വേറെ പല പല കാര്യങ്ങളിലേക്ക് എത്തും. അസംഷൻസ്. അതുപോലെ സ്റ്റീരിയോടൈപ്സ് ഉണ്ട്. ഇപ്പൊ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിൽ നിന്ന് വരിക, അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് ആ വ്യക്തിക്ക് ചിലപ്പോൾ ആ ഗ്രൂപ്പുമായിട്ട് അവരുമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധം കാണത്തില്ല. ആ ഗ്രൂപ്പിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കും, അതേ രീതിയായിരിക്കും ആ ഒരു ഇൻഡിവിജ്വൽ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് നമ്മൾ സ്റ്റീരിയോടൈപ്പ് ചെയ്യാറുണ്ട്. ഇനി സെലക്റ്റീവ് ലിസണിങ് ആണ്. പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കത്തില്ല. നമ്മൾക്ക് എന്താണോ കേൾക്കാൻ ആഗ്രഹം അത് സെലക്റ്റീവ് ആയിട്ട് നമ്മൾ ലിസൺ ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷനെ ഹിൻഡർ ചെയ്യും, തടസ്സപ്പെടുത്തും. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ അത് ഹിൻഡർ ചെയ്യും. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? എപ്പോഴും പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് അല്ലെങ്കിൽ ഫോക്കസ്ഡ് ലിസണിങ് ഉണ്ടായിരിക്കും. റെക്കഗ്നൈസ് ആൻഡ് ചലഞ്ച് ബയാസസ്, എന്താണോ അവിടെ സംഭവിക്കുന്ന എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ചലഞ്ച് ചെയ്യുക. പിന്നെ പ്രൊമോട്ട് ഓപ്പൺ ഡയലോഗ്, ഇപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കുക. ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ എന്താണോ നമ്മൾക്ക് പറയാനുള്ളത് അത് ഓപ്പൺ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ പറയുക, കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കുക. അങ്ങനെ വരുമ്പോഴേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് കംപ്ലീറ്റ് ആവത്തില്ല. കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുമ്പോഴാണ് റിസീവറിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇത്രയും പെർസെപ്ച്വൽ ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തത് സെമാന്റിക് ബാരിയേഴ്സ്. സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുമ്പം എന്താ? സെമാന്റിക് ബാരിയേഴ്സ് റെഫർ ടു ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് അറൈസ് ഫ്രം ഡിഫറൻസസ് ഇൻ ദ മീനിങ്സ് ഓഫ് വേർഡ്സ്, സിംബൽസ് ഓർ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനകത്ത് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, സിംബൽസ്, ലാംഗ്വേജസ്, ഇതൊക്കെ തന്നെ എന്താണ് വരുന്ന വ്യത്യാസങ്ങൾ, അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങളിൽ നിന്നും വരുന്ന ആ ഒരു തടസ്സങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ചില ഇടങ്ങളിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ സിംബൽസ്, ലാംഗ്വേജസ്, ഇവിടെയൊക്കെ ഡിഫറൻസസ് ഉണ്ടാകാം. ഇപ്പൊ ഒരു സ്ഥലത്തുള്ള വേർഡ്സ്, അവിടെ ഉപയോഗിക്കുന്ന
വാക്കുകളുടെ മീനിങ്സ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇതൊക്കെ ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ ഇതിൽ നിന്നും ഈ ഒരു വ്യത്യാസങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കാം, ഡിഫറൻസസ് ഉണ്ടാകാം. അപ്പൊ അതിൽ നിന്നും എറൈസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസ് ആണ് സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ബാരിയേഴ്സ് ക്യാൻ ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് മിസ്ഇന്റർപ്രിട്ടേഷൻസ്. ഇപ്പൊ ഒരു വ്യക്തി ഒരു വാക്ക് പറയുമ്പം ആ ഒരു മീനിങ്, ആ വ്യക്തി ഉദ്ദേശിക്കുന്ന ആ ഒരു മീനിങ് ആയിരിക്കത്തില്ല എന്താണ് വേറൊരു വ്യക്തി റിസീവർ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകാം, മിസ്ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാകാം. ഇനി ഇതിലെ എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾസ് ഇൻക്ലൂഡ് യൂസിങ് ആംബിഗ്യുവസ് ലാംഗ്വേജ്, ടെക്നിക്കൽ ജാർഗൺ അല്ലെങ്കിൽ അൺഫെമിലിയർ ടെർമിനോളജീസ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ആംബിഗ്യുവസ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ലാംഗ്വേജസ് ഉപയോഗിക്കുക, അവ്യക്തമായിട്ടുള്ള ഭാഷകൾ, പിന്നെ ടെക്നിക്കൽ ജാർഗൺസ്, അൺഫെമിലിയർ ടെർമിനോളജീസ്, നമുക്കറിയാതെ ഷോർട്ട് കട്ട്സുകൾ, ഷോർട്ട് വേർഡ്സുകൾ പറയുക, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാം പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് പരിചയമില്ലാത്ത അൺഫെമിലിയർ ആയിട്ടുള്ള ടെർമിനോളജീസ് യൂസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകാം. അപ്പൊ അതൊക്കെ വരുന്നതാണ് സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യാം? യൂസ് ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജ്, പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് എക്സ്പ്ലനേഷൻസ്, കൺഫേം അണ്ടർസ്റ്റാൻഡിങ്. അതായത് വളരെ ക്ലിയർ ആയിട്ടും കൺസൈസ് ആയിട്ടുള്ള ലാംഗ്വേജ്, നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ചുരുക്കത്തിലുള്ള കൺസൈസ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. പിന്നെ കോണ്ടെക്സ്റ്റും എക്സ്പ്ലനേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് എക്സ്പ്ലനേഷൻസ്. ഇപ്പൊ ആ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ എക്സ്പ്ലനേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഫൈനലി അവർക്ക് മനസ്സിലായോ എന്നുള്ളത് നമ്മൾ ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുക. ആ ഒരു ഫീഡ്ബാക്ക് സീക്ക് ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലായോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് സെമാന്റിക് ബാരിയേഴ്സിനകത്ത് വരുന്നത്. ഇനി അടുത്തത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. അതായത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് occur when either the sender or the receiver of a message faces challenges expressing or comprehending communication due to physiological conditions. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്സിന്റെ ചില ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്കുണ്ടാവുന്ന ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ് മൂലം ഇപ്പൊ സെന്ററിനും സംഭവിക്കാം, റിസീവറിനും സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നും അവർക്ക് ആ ഒരു മെസ്സേജസ് എന്താണ് സെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് കോംപ്രഹെൻഡ് ചെയ്ത് വിവരണം ചെയ്ത് കൊടുക്കുമ്പോഴോ ഒക്കെ ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചസ് ഉണ്ട്. അവരുടെ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് മൂലം അവർ ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചുകളുണ്ട്. അപ്പൊ അതിൽ നിന്നും ഉണ്ടാവുന്നതാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. അത് സെന്ററിനും ഉണ്ടാകാം, അത് റിസീവറിനും സംഭവിക്കാം. അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് occur when either the sender അല്ലെങ്കിൽ receiver of a message faces challenges expressing or comprehending communication due to physiological conditions. ഇനി these conditions may include dyslexia, nerve disorders affecting speech or hearing, or other impediments that hinder clear expression or reception of the message. ചില ആളുകൾക്കൊരു എന്താണ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഡിസ്ലെക്സിയ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ലിസൺ ചെയ്യാനോ കഴിയാത്ത തരത്തിലുള്ള നെർവ് ഡിസോർഡേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഹിയറിങ്ങിന് പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ അവരുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്ന, ഫിസിയോളജിക്കലി അഫക്റ്റ് ചെയ്യുന്ന കുറേ അധികം ഇംപെഡിമെന്റ്സ് അല്ലെങ്കിൽ ഇന്നബിലിറ്റീസ്, ഡിസബിലിറ്റീസ് ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന ബാരിയേഴ്സ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ളത് എന്താണ്, ആ ബാരിയേഴ്സിനെ ചലഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷനെ ചലഞ്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് എന്ത്, ആ ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും? അക്കോമഡേഷൻസ് ആൻഡ് അസിസ്റ്റീവ് ഡിവൈസസ്, പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്. ഇപ്പൊ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷ്വൽ എയ്ഡ്സ് അല്ലെങ്കിൽ അസിസ്റ്റീവ് ഡിവൈസസ് ഒക്കെ വേണമെങ്കിൽ അത് നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്? ചിലപ്പോൾ ചില ആളുകൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. അപ്പൊ അത് അവർ മൊത്തം പറയുന്നത് വരെ കൃത്യമായിട്ട് ക്ഷമയോടുകൂടി അത് കേട്ടുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അതുപോലെ ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുക. വേറെ എന്തെങ്കിലും നോൺ വെർബൽ ആയിട്ടുള്ള മെത്തേഡ്സോ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യണം, അപ്പൊ അത്തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫിസിയോളജിക്കൽ ബാരിയേഴ്സിനെ നമ്മൾക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ കുറെ മോഡൽസ് പറഞ്ഞല്ലേ, 3 മോഡൽസ് ആണ് പറഞ്ഞത്. അരിസ്റ്റോട്ടിൽസ് പെർസുവേഷൻ മോഡൽ പറഞ്ഞു,
അതുപോലെ ഷാനോൺ ആൻഡ് വീവർ മോഡൽ പറഞ്ഞു. പിന്നെ പറഞ്ഞത് SMCR അല്ലെങ്കിൽ ബെർലോസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ബാരിയേഴ്സും പറഞ്ഞു. സെമാൻറ്റിക് ബാരിയേഴ്സ്, ലാംഗ്വേജ് ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, പിന്നെ കൾച്ചറൽ ബാരിയേഴ്സ്, ഇമോഷണൽ ബാരിയേഴ്സ്, പെർസെപ്ച്വൽ ബാരിയേഴ്സ്. ഈ പെർസെപ്ച്വൽ ബാരിയേഴ്സ്, പിന്നെ ആറ്റിറ്റ്യൂഡ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എടുക്കുന്ന പെർസീവ് ചെയ്തെടുക്കുന്ന ഒരു ഗുഡ് ഓർ ബാഡ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പൊ ആ രണ്ട് കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് 100% ചോദിക്കുന്ന രണ്ട് ഭാഗങ്ങൾ തന്നെയാണ് മോഡൽസ്, ബാരിയേഴ്സ്. അപ്പൊ അതിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹെൽപ്പ് ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്? നമ്മൾക്ക് നെറ്റ് എക്സാമിന്റെ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യനുകളെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഓപ്ഷൻസിലേക്ക് പോയിട്ട് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ക്വസ്റ്റ്യൻ വായിക്കുക, നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിലാവത്തില്ല, ഓപ്ഷൻസ് നോക്കുക. ഇപ്പൊ മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് വന്നിട്ട് ഇതെന്ന് വെച്ചാൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മൾക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് 100% ഉറപ്പായിരിക്കും ഇത് അതിന്റെ ആൻസർ അല്ല. അപ്പൊ ആ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടും. അപ്പൊ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമ്മൾക്ക് ഓപ്ഷൻസിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQs ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾക്ക് എന്താ മാറാനായിട്ട് സാധിക്കും. എലിമിനേറ്റ് ചെയ്ത് പോകാം. ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഓപ്ഷൻസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കാണും. ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ എല്ലാം അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന പോലെ തോന്നാം. അപ്പൊ ചില കീവേഡ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ കീവേഡ്സുകൾ ഐഡന്റിഫൈ ചെയ്ത് വേണം പഠിച്ചു പോകാൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ഹെൽപ്പ് ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്? ഇപ്പൊ നമ്മൾ കുറെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് പഠിച്ചു. അതില് ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഫോക്കസ്ഡ് ലിസണിങ്. സെക്കൻഡ്, നെഗ്ലക്റ്റിംഗ് സെമാൻറ്റിക് നോയ്സ്. ടോപ്പ് ഡൗൺ കമാൻഡ് സ്ട്രക്ചർ. യൂസ് ഓഫ് ക്ലിഷ്ഡ് ഐഡിയംസ്. എന്താണ് നമ്മൾ കുറേ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് പഠിച്ചതിനകത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ്, ഫോക്കസ്ഡ് ലിസണിങ് എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ ബാരിയറിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ, അതായത് ഫോക്കസ്ഡ് ലിസണിങ്. സെന്റർ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക, ഫോക്കസ് ചെയ്ത് ലിസൺ ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയറിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഫോക്കസ്ഡ് ലിസണിങ്, അതായത് ആക്റ്റീവ് ലിസണിങ് എന്നാണ് അതിന്റെ മീനിങ്. ആക്റ്റീവായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനെ ലിസൺ ചെയ്യുക. ഓക്കെ, ആക്റ്റീവായിട്ട് ഫോക്കസ് ആയിട്ട് നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയറിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ടെക്നോളജിക്കൽ ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ? ടെക്നോളജിക്കൽ ബാരിയർ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ഏതുമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്? ടെക്നോളജിക്കൽ ബാരിയർ. ഇപ്പൊ ടെക്നോളജിക്കൽ ബാരിയറുമായിട്ട് എക്സാമ്പിൾ വരുന്നത് ഈ ഓപ്ഷൻസിൽ നിന്ന് ഏതാണ്? ഒന്ന്, കോംപ്ലക്സിറ്റി ഓഫ് ഐഡിയാസ്, ലോ ബാൻഡ് വിഡ്ത്ത് ഓഫ് ഇന്റർനെറ്റ്, പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ടെക്നോളജി, ഫിസിക്കൽ ലൊക്കേഷൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. അപ്പൊ ഇതിലെ ടെക്നോളജിക്കൽ ബാരിയർ ഏതാണ്? നോക്കിയേ, ഐഡിയാസിന്റെ കോംപ്ലക്സിറ്റി ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ലോ ബാൻഡ് വിഡ്ത്ത് ഓഫ് ഇന്റർനെറ്റ്, അതായത് ഇന്റർനെറ്റ് എന്നൊരു വാക്ക് ഇവിടെ നമുക്ക് കിട്ടി ആണല്ലോ. ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ നെറ്റ് കണക്ഷനിൽ വരുന്ന കണക്ടിവിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ ലോ ബാൻഡ് വിഡ്ത്ത്. ഇന്റർനെറ്റ് എന്നൊരു വാക്ക് അവിടെ കീവേഡ് നമുക്ക് കിട്ടി. അപ്പൊ ഇന്റർനെറ്റ് എന്നുള്ളൊരു കീവേഡും ഉണ്ട്. ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇന്റർനെറ്റ്. ഇപ്പൊ ടെക്നോളജിക്കൽ ബാരിയറും ഇന്റർനെറ്റ്. അപ്പൊ അവിടുത്തെ ആൻസർ ഏതാണ്? ലോ ബാൻഡ് വിഡ്ത്ത് ഓഫ് ഇന്റർനെറ്റ്. സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ മേജർ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ടു ഓൺലൈൻ ടീച്ചിങ്? അപ്പൊ ശ്രദ്ധിച്ചോണം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് തന്നെയാണ്, പക്ഷെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ്? ഓൺലൈൻ ടീച്ചിങ്. ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്തിന്റെ സഹായം വേണം? ടെക്നോളജി വേണം. അപ്പൊ മേജർ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ടു ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ടെക്നോളജിക്കൽ ബാരിയേഴ്സ് ആണ് അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ, ഇത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് വെച്ചാൽ കുറെ ഇത് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരും? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്
എലിമിനേറ്റ് ചെയ്തെന്ന് നോക്കിക്കേ. ടെക്നോളജി, ലീഗാലിറ്റീസ്, സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി, കൾച്ചർ, ജെൻഡർ. നോക്കോ, ടെക്നോളജി, എന്തായാലും ടെക്നോളജി ഉണ്ട് ആണല്ലോ. ഓൺലൈൻ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ ടെക്നോളജിക്ക് എന്തെങ്കിലും ടെക്നോളജിക്കൽ ബാരിയേഴ്സ് അവിടെ ഉണ്ടാകാം. അപ്പൊ എന്തായാലും ഓപ്ഷൻ എ ഉണ്ട്. അപ്പൊ നമുക്ക് ഏതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും? സിയും അവിടെ വരത്തില്ല, ഡിയും വരത്തില്ല. കാരണം സിയിലും ഡിയിലും എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അപ്പൊ അവിടെ തന്നെ നമുക്ക് സിയും ഡിയും അല്ലെന്ന് നമുക്ക് ഉറപ്പായി. അപ്പൊ ഇപ്പൊ മനസ്സിലായ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടുള്ള രീതി എങ്ങനെ ഫോളോ ചെയ്യാമെന്ന്. എന്തായാലും ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുമ്പം ടെക്നോളജി ഉണ്ട്. അപ്പൊ അവിടെ ടെക്നോളജിക്കൽ ബാരിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ടീച്ചിങ് തടസ്സപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടെക്നോളജി എന്തായാലും ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, സിയിലും ഡിയിലും എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അത് അവിടെ വെച്ച് തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് ആദ്യത്തെ രണ്ട് ഓപ്ഷനുകളാണ്. ഇനി നോക്കിയേ, ലീഗാലിറ്റീസ്, എന്തെങ്കിലും ലീഗാലിറ്റീസ് ഉണ്ടോ? ഇല്ല. അതുപോലെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി. സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിറ്റിയുമായിട്ട് ഓൺലൈൻ ടീച്ചിങ്ങിന് യാതൊരു ബന്ധവും. അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ബിയും സിയും ഒന്നുമില്ല. അപ്പൊ നമ്മളുടെ ഈ ഫസ്റ്റ് ഓപ്ഷനും എന്താണ്? ഇല്ല. പിന്നെ ഏത് ഓപ്ഷൻ ആണ് ഓൺലൈൻ ടീച്ചിങ്ങുമായിട്ട് മേജർ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത്? ടെക്നോളജി ഉണ്ട്, കൾച്ചർ ഉണ്ട്, ജെൻഡർ ഉണ്ട്. അതായത് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുമ്പം നമ്മൾ കൾച്ചറൽ ബാരിയേഴ്സ് അവിടെ വരാം. അതായത് നമ്മളുടെ ലാംഗ്വേജസ് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ലാംഗ്വേജുമായിട്ട് പല ആളുകളായിരിക്കും ഓൺലൈൻ ടീച്ചിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ജെൻഡർ, ചില ആളുകളുടെ കൾച്ചറും ജെൻഡർ ബാരിയേഴ്സും ഒക്കെ എല്ലാം ഇതിനകത്തും വരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയാം, ടെക്നോളജി അവിടെ വരാം. അവിടെ യൂസ് ചെയ്യുന്ന കൾച്ചർ, അതായത് ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത്, റിസീവേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കൾച്ചേഴ്സിലുള്ളവരായിരിക്കും. അതുപോലെ ജെൻഡർ ബയാസ്ഡ് എന്ന് പറയുമ്പോൾ മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയുമ്പോൾ അവിടെയും ആ ഒരു ഡിഫറൻസസും ഓൺലൈൻ ടീച്ചിങ്ങിൽ ബാരിയേഴ്സ് ആയിട്ട് വരാം. അപ്പം ടെക്നോളജി, കൾച്ചർ, ജെൻഡർ, ഓപ്ഷൻ ബി, എ, ഡി, ഇ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്, മേജർ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് വരുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 4, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ മീഡിയ പ്രൊഡക്ഷൻ പ്രോസസ്. അതായത് മീഡിയ പ്രൊഡക്ഷൻ പ്രോസസ്, മീഡിയ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിന്റെ കറക്റ്റ് സീക്വൻസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ മീഡിയ പ്രൊഡക്ഷൻ പ്രോസസ് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഒരു സീക്വൻസ് ഓർമ്മ കാണുമല്ലോ. നോക്കിക്കേ, കണ്ടന്റ് പ്രിപ്പറേഷൻ, പ്ലാനിങ്, പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, ഫീഡ്ബാക്ക്, അനാലിസിസ്. നമ്മൾക്കറിയാം ഏതൊരു കാര്യം ചെയ്താൽ നമ്മൾക്ക് ആദ്യം വേണ്ടുന്ന എന്താണ്? പ്ലാനിങ്. പ്ലാനിങ് ആണ് നമ്മളുടെ ഫസ്റ്റ് വരുന്നത്, അതായത് ഓപ്ഷൻ ബി. പ്ലാനിങ് ആണ് നമ്മളുടെ ഫസ്റ്റ്. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ എയും എലിമിനേറ്റഡ് ആയി, ഓപ്ഷൻ സിയും എലിമിനേറ്റഡ് ആയി. കാരണം പ്ലാനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ബി ആണ് കിട്ടിയിരിക്കുന്നത്. ബി ആണ് പ്ലാനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണല്ലോ. അപ്പൊ ഇവിടെ ബി സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടെണ്ണം ഇനി നമുക്ക് നോക്കിയാൽ മതി, ബിയും ഡിയും. നമ്മൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, പ്ലാൻ ചെയ്തു, ഇനി അതനുസരിച്ച് നമ്മൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക. കണ്ടന്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുക ആളുകളിലേക്ക്, പ്രൊഡക്ഷൻ, പിന്നീട് ലാസ്റ്റ് നമ്മൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഫൈനലി ആണ് ഫീഡ്ബാക്ക് അനാലിസിസ് വരുന്നത്. അതായത് നമ്മളുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഡി ആണ് നമ്മളുടെ ആൻസർ. ആദ്യം വരുന്നത് പ്ലാനിങ്, ബി. രണ്ടാമത്തത് എ, കണ്ടന്റ് പ്രിപ്പറേഷൻ. മൂന്നാമത്തത് പ്രൊഡക്ഷൻ, സി. 4 ഡി, ട്രാൻസ്മിഷൻ. ലാസ്റ്റ് 5 ആണ് ഫീഡ്ബാക്ക് അനാലിസിസ്. അപ്പം മീഡിയ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുമ്പോൾ പ്ലാനിങ് വരും, പിന്നെ കണ്ടന്റ് പ്രിപ്പറേഷൻ, പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, ലാസ്റ്റ് ഫീഡ്ബാക്ക് അനാലിസിസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് സൈക്കോളജിക്കൽ ബാരിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ഇതിൽ ഏതൊക്കെയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് നോക്കിക്കേ. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് വിത്ത് നമ്മളുടെ മൈൻഡ്, നമ്മളുടെ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് മെസ്സേജ്. നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് മെസ്സേജ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധമില്ല, മെസ്സേജിന്റെ കണ്ടന്റുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. പിന്നെ ഇൻഅറ്റന്റീവ്നെസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു മെസ്സേജിനെ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക. അതായത് ഇൻഅറ്റന്റീവ്നെസ് വരും. ബി എന്ന് പറയുന്നത് ഇൻഅറ്റന്റീവ്നെസ് വരും. ബി ഉണ്ട്. അപ്പൊ ബി ഉള്ള ഓപ്ഷൻസ് നമ്മൾക്ക് നോക്കിയാൽ മതി. അങ്ങനെ ബി ഇൻഅറ്റന്റീവ്നെസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ബി ഇല്ലാത്ത ഈ സിയും ഡിയും നമ്മൾ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ
അപ്പൊ ബി വരും. ഇൻഅറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഇൻഅറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക. ടു മച്ച് റിലയൻസ് ഓൺ ദ റിട്ടൺ വേർഡ്സ്, അതായത് എഴുതുന്ന റിട്ടൺ വേർഡ്സിൽ കൂടുതൽ ഡിപ്പെൻഡൻസ് കൊടുക്കുക എന്ന് പറയുമ്പം അതും എന്താണ്, ഒരു സൈക്കോളജിക്കൽ ബാരിയർ ആണ്. കാരണം വായിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർക്ക് റിട്ടൺ വേർഡ്സ്, എഴുതുന്ന വാക്കുകളിലാണ് കൂടുതൽ റിലയൻസ് ആവുന്നതെങ്കിൽ അത് ടു മച്ച് റിലയൻസ് ഓൺ ദി റിട്ടൺ വേർഡ് ആണ്. പിന്നീട് ലിമിറ്റഡ് റിറ്റൻഷൻ. ലിമിറ്റഡ് റിറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു കാര്യത്തിൽ തന്നെ, ആ ഒരു കണ്ടന്റിൽ തന്നെ കൂടുതൽ ഫോക്കസ്ഡ് ആവാതിരിക്കുക. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള റിറ്റൻഷൻ പവർ ആണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നത്. പിന്നെ ലോജിക്കൽ ഓർഗനൈസേഷൻ, ഫ്ലോ ഓഫ് തോട്ട് ഒക്കെ സൈക്കോളജിക്കലുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ലോജിക്കലായിട്ട് ഓർഗനൈസ് ചെയ്യുക, ഫ്ലോ ഓഫ് തോട്ട് ഒന്നും അതിൽ വരുന്നതല്ല. അപ്പൊ പിന്നെ വരുന്ന ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബി ആണ്. അതായത് ഓപ്ഷൻ നമ്പർ ബി, ബി, സി ആൻഡ് ഡി ഒള്ളി. ഏതൊക്കെയാണ്? ഇൻഅറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക, എഴുതുന്ന വാക്കുകളിലെ ടു മച്ച് റിലയൻസ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ഓക്കെ. പിന്നെ ലിമിറ്റഡ് റിറ്റൻഷൻ, എഴുതുന്ന വാക്കുകളിൽ കുറച്ച് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ ബി, സി ആൻഡ് ഡി ആണ് ഇതിനകത്ത് വരുന്ന സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുമ്പോൾ one's perceptions and beliefs are the basis of generalization in communication. Statement 2, generalizations of the environment developed through experiences. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പെർസെപ്ഷൻസും ബിലീഫ്സും ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ബേസിസ് ഓഫ് ജനറലൈസേഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിട്ടുള്ളത് ജനറലൈസേഷൻസ് ഓഫ് ദി എൻവയോൺമെന്റ് ഡെവലപ്പ് ത്രൂ എക്സ്പീരിയൻസ്. അവർക്ക് നേരത്തെ ഉള്ള എക്സ്പീരിയൻസസിൽ നിന്നാണ് അവർ സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എൻവയോൺമെന്റിനെ ജനറലൈസ് ചെയ്യുന്നതും. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ ജനറലൈസേഷന്റെ ബേസിസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പെർസെപ്ഷൻസും ബിലീഫ്സും ആണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ ട്രൂ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ ട്രൂ ആണ്. ഓക്കെ, ഓക്കെ. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പെർസെപ്ഷൻസും ബിലീഫ്സും ആണ് കമ്മ്യൂണിക്കേഷന്റെ ബേസിസ് ഓഫ് ജനറലൈസേഷനും. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് ജനറലൈസേഷൻ എന്ന് പറയുന്ന അവരുടെ എക്സ്പീരിയൻസസിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. അക്കോർഡിംഗ് ടു റോബിൻസ് എറ്റ് ആൽ എന്ന് പറയുന്ന റിസർച്ചറിന്റെ അനുസരിച്ച് സീക്വൻസ് ഓഫ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് അക്കോർഡിംഗ് ടു റോബിൻസ് എറ്റ് ആൽ, ഈ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഒരു സീക്വൻസ് പറഞ്ഞിട്ടുണ്ട്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരു സീക്വൻസ് പറഞ്ഞിട്ടുണ്ട് ഈ റോബിൻസ് എറ്റ് ആൽ എന്ന് പറഞ്ഞ വ്യക്തി. ഇതിൽ എന്തൊക്കെയാണ് ആ ഒരു സീക്വൻസ്, ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ തന്നെ ഇത് പഠിക്കുക. റോബിൻസ് ഇറ്റ് ആൽ എന്ന് പറയുന്ന റിസർച്ചറിന്റെ സീക്വൻസ് ഓഫ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിൽറ്ററിംഗ് ആണ്. ഫിൽറ്ററിംഗിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഫിൽറ്ററിംഗ് സി എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ. ഇ ആണ് സ്റ്റാർട്ടിങ്. അപ്പൊ ഇവിടെ ഇ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഫിൽറ്ററിംഗ്. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുക. റോബിൻസ് എറ്റ് ആൽ എന്ന് പറയുന്ന പ്രപ്പോണന്റ് അനുസരിച്ച് സീക്വൻസ് ഓഫ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഫിൽറ്റർ ചെയ്യുക. അതായത് സ്റ്റാർട്ടിങ്, ഇവിടെ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് ഇ ആണ്. ഫിൽറ്ററിംഗ്, സെക്കൻഡ് സെലക്റ്റീവ് പെർസെപ്ഷൻ, പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ലോഡ്, പിന്നെ ഇമോഷൻസ്, ഫൈനലി ആണ് ലാംഗ്വേജ്. ഈ ഓപ്ഷൻ ആണ്, അതായത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ECDBA, ഫിൽറ്ററിംഗ്, സെലക്റ്റീവ് പെർസെപ്ഷൻ, ഇൻഫോർമേഷൻ ലോഡ്, ഇമോഷൻസ്, ലാംഗ്വേജ്. സോ റോബിൻസ് എറ്റാൽ അനുസരിച്ചിട്ടുള്ള ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ സീക്വൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ മാച്ച് ദി ഫോളോയിങ് ആണ്. ഓക്കെ, അതില് ഫസ്റ്റ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം ഉണ്ട്. അതിൽ ലിസ്റ്റ് 1ല് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ കുറെ എലമെന്റ്സും ലിസ്റ്റ് 2ല് അതിന്റെ ഡിസ്ക്രിപ്ഷനും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ആപ്റ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ കോമൺ ഫ്രെയിം ഓഫ് റെഫറൻസ്. സെക്കൻഡ് ബി കോൺഗ്രുവൻസ്, സി ലാംഗ്വേജ് റെലവൻസ്, കോമ്പാറ്റിബിൾ എലമെന്റ്.
അതനുസരിച്ചിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. കോമൺ ഫ്രെയിം ഓഫ് റെഫറൻസ് എവിടെ വരും? കോമൺ ഫ്രെയിം ഓഫ് റെഫറൻസ് അതപ്പോ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടിയില്ലെന്ന് വിചാരിച്ചു. കോൺഗ്രുവൻസ് അതും മനസ്സിലായില്ല. ലാംഗ്വേജ് റെഫറൻസ് അപ്പൊ നമുക്ക് മനസ്സിലാവും ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ആയതുകൊണ്ട് ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? ലാംഗ്വേജ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക ആണല്ലോ. അപ്പൊ സി ഏതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് യൂസ് എന്ന് പറയുമ്പോൾ സി എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. സി എന്ന് പറയുന്നത് 2. C2 വരുന്നത് ഏത് ഓപ്ഷൻ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഒരു ഓപ്ഷൻ സി എന്ന് എലിമിനേറ്റ് ചെയ്തു പോകും. ആദ്യത്തെ 2 എണ്ണം വായിച്ചപ്പോൾ നമ്മൾക്ക് കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത വായിച്ചു ലാംഗ്വേജ് റെലവൻസ്. അപ്പൊ ലാംഗ്വേജ് റെലവെന്റ് ആയിട്ടുള്ള, അതായത് ലാംഗ്വേജ് റെലവൻസ് വരുന്നത് അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക. അപ്പൊ C2 ആണെന്ന് മനസ്സിലായി. അപ്പൊ C2 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ആണ് ഡി എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഫ്രെയിം ഓഫ് റെഫറൻസ് എവിടാ വരുന്നത്? കോമ്പാറ്റബിലിറ്റി ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ ഇത് സി ആണ് വരുന്നത്. പിന്നെ ഉള്ളത് കോൺഗ്രുവൻസ്. കോൺഗ്രുവൻസ് എന്ന് പറയുന്നത് മെസ്സേജസ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ എൻകോഡർ ആൻഡ് ഡീകോഡർ D3യും D1ഉം. കോമ്പാറ്റബിൾ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതായത് കോമ്പാറ്റബിൾ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ നമുക്ക് സിമിലർ ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു എൻവയോൺമെന്റ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻസ് വിത്ത് പീപ്പിൾ ഓഫ് സിമിലർ ബാക്ക്ഗ്രൗണ്ട് കിട്ടി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾക്ക് ഓപ്ഷൻ സി എന്ന് തന്നെ കിട്ടി. കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ഓപ്ഷൻ ഡി ആണ് എന്ന് പറയുന്ന 4, അതായത് കോമൺ ഫ്രെയിം ഓഫ് റെഫറൻസ്, കോമ്പാറ്റബിലിറ്റി ബിറ്റ്വീൻ റിസീവർ ആൻഡ് സെൻഡർ. ബി എന്ന് പറയുന്നത് 3, കോൺഗ്രുവൻസ്, അതായത് കോമൺ ഇൻട്രസ്റ്റ്, എൻകോഡറും ഡീകോഡറും തമ്മിലുള്ള കോമൺ ഇൻട്രസ്റ്റ്, ഒരേപോലത്തെ ഉള്ള ഒരു മെസ്സേജസും. ലാംഗ്വേജ് റെലവൻസ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക. D1 അതായത് കോമ്പാറ്റബിൾ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ സിമിലർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളുടെ കമ്മ്യൂണിക്കേഷൻസ് ആണ്. അപ്പൊ ആ ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആണല്ലോ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. ഐഡന്റിഫൈ ദ സീക്വൻസ് ക്വസ്റ്റ്യൻ നമ്പർ 9. സീക്വൻസ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതായത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ആ ഒരു സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യുക. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് വിത്ത് സെൽഫ് പ്രസന്റേഷൻ ആണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെൽഫ് പ്രസന്റേഷൻ ആണ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സെൽഫ് പ്രസന്റേഷൻ ആണ് വരുന്നത്. അപ്പം സെൽഫ് പ്രസന്റേഷൻ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? ഡി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് ആദ്യമേ സെൽഫ് പ്രസന്റേഷൻ ആണ് ഫസ്റ്റ് ഓപ്ഷൻ അറിയാവുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താ മറ്റു 3 ഓപ്ഷൻസും കട്ട് ചെയ്ത് കളയാം. വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സെൽഫ് പ്രസന്റേഷൻ ആണ്. ഫസ്റ്റ് വരും. സെക്കൻഡ് എന്ന് പറയുന്നത് സി ആണ്, അതായത് റിലേഷൻഷിപ്പ്. പിന്നെ ബി, അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ, പിന്നെ പബ്ലിക് സ്പീക്കിംഗ്, പിന്നീട് ലാസ്റ്റ് ആണ് ഫീഡ് ഫോർവേഡ് ആണ്. ആദ്യം നമ്മൾ സെൽഫായിട്ട് പ്രസന്റ് ചെയ്ത് നോക്കുന്നു, പിന്നീട് റിലേഷൻഷിപ്പ്, ഗ്രൂപ്പ് ഇന്ററാക്ഷൻ, പബ്ലിക് സ്പീക്കിംഗ്, ലാസ്റ്റ് ആണ് ഡി, അതായത് ഫീഡ് ഫോർവേഡ് എന്ന് പറയും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 10. അത് മാച്ച് ദ ഫോളോയിങ്, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സും അതിന്റെ എക്സാമ്പിൾസ്. ഇത് എളുപ്പമാണ്. സൈക്കോളജിക്കൽ ആദ്യമേ അറിയാം. പുവർ റിറ്റൻഷൻ, അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്കെല്ലാം ഒരുപാട് നേരം റീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റില്ല. പിന്നെ ഓർഗനൈസേഷണൽ എന്ന് പറയുമ്പോൾ, ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫങ്ഷൻസ്, സ്പെഷ്യലൈസേഷൻ. അവിടെ നമുക്കൊരു കീവേഡ് കിട്ടി. അപ്പം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ, സ്പെഷ്യലൈസേഷൻ. പിന്നെ പേഴ്സണൽ ഉണ്ട്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ C4 വരും, അതായത് ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി, അതായത് നമ്മൾക്ക് അതോറിറ്റിയെ ചലഞ്ച് ചെയ്യാനുള്ള പേടി, ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ. സെമാൻറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാംഗ്വേജസിൽ വരുന്ന വ്യത്യാസം. പേഴ്സണൽ സിയും ഇത് ഡിയും ആണ്. നോക്കിയേ, എ എന്ന് പറയുന്നത് 2, B3, അതായത് ഈ ഓപ്ഷനാണ് വരുന്നത്. A2, B3, C4 ആൻഡ് D1. അപ്പൊ ഇതിൽ നിന്ന് റിലേറ്റ് ചെയ്യുക. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കുറെ സമയം ലിമിറ്റഡ് റിറ്റൻഷൻ ആണ്. അപ്പൊ പുവർ റിറ്റൻഷൻ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കുറെ ഫങ്ഷൻസും സ്പെഷ്യലൈസേഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ, സ്പെഷ്യലൈസേഷൻ. പേഴ്സണൽ എന്ന് പറയുന്നത് എന്താ? നമ്മൾക്ക് അതോറിറ്റിയെ ചലഞ്ച് ചെയ്യാനുള്ള ഫിയർ, ആങ്സൈറ്റി, അല്ലെങ്കിൽ ഇമോഷൻസ്.
സാഡ്നെസ്, ഇതൊക്കെ എന്തിൽ വരും? പേഴ്സണൽ ബാരിയേഴ്സിൽ വരും. സെമാൻറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ടെക്നിക്കൽ ലാംഗ്വേജിലുള്ള ഡിഫറൻസസ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മളിപ്പം ബാരിയേഴ്സും മോഡൽസിൽ നിന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇതില് ഓക്കെ, മോഡൽസിൽ വരുന്ന ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഈ ഒരു സീക്വൻസ്, അതുപോലെ തന്നെ റോബിൻസ് എറ്റ് ആൽ എന്ന് പറഞ്ഞ പ്രപ്പോണന്റിന്റെ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റേറ്റ്മെന്റ്സ്, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓക്കെ, അപ്പം സോ നമ്മൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ മോഡൽസ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും ആയിരുന്നു. അപ്പം അതിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2 മെത്തേഡ്സ്, നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തും പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഈ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് കിട്ടുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ. ഇത്തരത്തിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരേപോലെ നമ്മൾക്ക് എല്ലാ ഓപ്ഷൻസും ആൻസർ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള കൺഫ്യൂഷൻ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, കൂടുതൽ കീവേഡ്സുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സുകൾ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അത് കീവേഡ്സുകൾ ഐഡന്റിഫൈ ചെയ്ത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് പിക്ക് ഔട്ട് ചെയ്ത് എഴുതാൻ പറയുന്നത്, മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമ്മൾക്ക് എന്താണ് അത്തരത്തിൽ ആ ഒരു എലിമിനേഷൻ പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾക്ക് കറക്റ്റ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഇതിലും കൂടുതൽ എന്താണ്, ഓരോ ടോപ്പിക്സിന്റെ ക്ലാസ്സസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഓരോ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അത് നിങ്ങൾക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ എന്താ, ഇത് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവരും ആ ഓരോ ക്ലാസ്സസും എന്താണ് കൃത്യമായിട്ട് പഠിക്കുക. ഏതാണ് സിലബസ് എന്നുള്ളത് മനസ്സിലാക്കി അത് വെച്ചിട്ട് പഠിക്കുക. അല്ലാതെ കുറേ കണ്ടന്റുകൾ വാരി വലിച്ച് പഠിക്കുന്നതിലും സിലബസ് വൈസ് ആയിട്ട് ഏത് ടോപ്പിക്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PYQs വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, പേപ്പർ 1ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ ആ ഒരു എന്താണ് എക്സാം ഇപ്പോൾ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കി ഫോക്കസ് ചെയ്ത് പഠിക്കുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ഹാർഡ് വർക്കും വേണം, പക്ഷെ അതിനേക്കാൾ ഉപരി ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോകണം. സോ ഇന്നത്തെ ഒരു സെക്ഷൻ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും താങ്ക് യു.